Hi everyone, welcome to Franklin's Lectures. Decide your college in one click. ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളെ പരിചയപ്പെട്ട് വരികയായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്ന കോളേജുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. ഓക്കെ, ഇതിന്റെ കോഡ് TVE എന്നാണ് കാണുന്നത്. പക്ഷെ ശരിക്കും നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന കോളേജ് ഉണ്ടല്ലോ, CET എന്ന് പറയുന്ന കോളേജില്ലേ, അതാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. ഓക്കെ, ഇതൊരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. 1939 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA ആൻഡ് NAC അക്രഡിറ്റേഷൻ ഉള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ഫോട്ടോസ് നോക്കാം. ഓക്കെ, നല്ല അടിപൊളി ക്യാമ്പസ് ആണ്. ആൻഡ് അവിടുത്തെ ബ്രാഞ്ചസുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ ആർക്കിടെക്ചറിന് 40 സീറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ 60 സീറ്റ്, സിവിൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, അങ്ങനെ ടോട്ടൽ 820 സീറ്റ് ഉണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ അഡ്മിഷൻ മോഡ് കീമ് വഴിയും NRI കോട്ട വഴിയും കയറാം. നമുക്ക് അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷന് വന്നിട്ടുള്ളത് 2131 സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 5953 സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 482 ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വന്നത് 1774 ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 1768 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 730 ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 8408 ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 2840 ഓക്കെ, ഇനി കാറ്റഗറി ലിസ്റ്റുകളുണ്ട്, ഇത് നോക്കിയാൽ മനസ്സിലാവും. അതായത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് 482 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കീം എഴുതി കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ ജോയിൻ ചെയ്യുന്ന കോളേജ് CET ആണ്, എന്ന് വെച്ചാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. ഓക്കെ, ആ കോളേജാണ്. അപ്പോൾ ആ കോളേജിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് എന്തുണ്ട്, ആ കാറ്റഗറിയിൽ നിങ്ങളതുണ്ടെങ്കിൽ ആ കോളേജ് ചൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ 8650 പിന്നെ ചെറിയ ഫീസുകളായിട്ടുള്ള PTF ഫണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുള്ളൂ. 8650 വരുന്നത്. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 80 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ബാരിയർ ഫ്രീ കൺസൾട്ടൻസി സെല്ല്, ITC ആൻഡ് SR ഹോസ്റ്റല്, ബോഷ് എക്സ്റോത്ത്, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ട്രസ്റ്റ് റിസർച്ച് പാർക്ക്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അടുത്ത ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് നോക്കാം. കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ലാബ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ്, ഹൈഡ്രോളിക്സ് ലാബ്, നല്ല ലാബ് ഫെസിലിറ്റി ഉണ്ട്. പഴയ കോളേജാണ്. ഓക്കെ, അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി IS സാലറി പോയിട്ടുള്ളത് 33 LPAക്കാണ്. ആവറേജ് സാലറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, മഹീന്ദ്ര, കോഗ്നിസന്റ്, എത്രയോ കമ്പനികൾ വന്നിട്ടുണ്ട്. TCS, ആമസോൺ, വിപ്രോ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കുറേ കമ്പനികൾ വന്നിട്ടുണ്ട്. കുറച്ച് കമ്പനികളെ മാത്രം അവിടെ കൊടുത്തുന്നുള്ളൂ. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് ഫ്രെയിംവർക്ക് ഉണ്ട്. സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ് 2023. സ്പിരിറ്റ് ഹൈ ഇമ്പാക്ട് റിസർച്ച് ഇൻ ഗ്രീൻ ഹൈഡ്രജൻ, വേസ്റ്റ് ടു എനർജി സൊല്യൂഷൻ, കാർബൺ ക്വാണ്ടം ഡോട്ട്സ്, അഡ്രസ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ചാലഞ്ചസ്. സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സ്, എ ക്യാമ്പസ് വാസ് ഡെഡിക്കേറ്റഡ് ഹബ് ലൈക്ക് ദ അഡ്വാൻസ്ഡ് ട്രൈബോളജി റിസർച്ച് സെന്റർ, ലീഡിംഗ് ഇൻ ലൂബ്രിക്കന്റ് ആൻഡ് കോട്ടിംഗ്.
ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ റിസർച്ച് സെൻറ്റർ ഉണ്ട് വിച്ച് കൊളാബറേറ്റ് വിത്ത് സ്റ്റേറ്റ് ഏജൻസീസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ എഫിഷ്യൻസി. ഡിപ്പാർട്ട്മെൻറ്റൽ എക്സലൻസ് കീ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ് മാനേജ് ലാർജ് സ്കെയിൽ PhD പ്രോഗ്രാംസ് ആൻഡ് ഇൻഡസ്ട്രി ലിങ്ക്ഡ് പ്രൊജക്ട് ഇൻ സ്മാർട്ട് ഗ്രിഡ്, MEMS ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ്. നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ഹബ്ബാണ്. ട്രസ്റ്റ് റിസർച്ച് പാർക്ക്, എ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഫെസിലിറ്റി ദാറ്റ് ഇൻ്റഗ്രേറ്റ് കോർപ്പറേറ്റ് R&D വിത്ത് അക്കാദമിക് ടാലൻറ്റ്. ഇറ്റ് സെർവ് ആസ് ആൻ ഇൻക്യുബേറ്റർ ഫോർ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. ഇന്നൊവേഷൻ ആൻഡ് ഓണർഷിപ്പ് ഡെവലപ്മെൻറ്റ്സ്, ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ, IEDC സെല്ലാണ് ഉദ്ദേശിച്ചത്. This students-led body hosts a flagship event like Pitch Fest 2025 and IEDC Summit to foster startup creation and provide access to grant like TIDE 2.0 up to 7 lakh. Okay, 7 lakhs-ന്റെ ഗ്രാൻഡ് വരെ കിട്ടിയിട്ടുണ്ട് ടൈഡ് 2.0. Okay. Corporate collaboration including established unit like the Coast Global Innovation Center for IoT and Deep Learning Training and new Center of Infrastructure Innovation launched with Bentley system. Bentley system വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഇന്നൊവേഷൻ ലോഞ്ച് വിത്ത് ബെൻലി സിസ്റ്റം. അതേപോലെ ക്വസ്റ്റ് ഗ്ലോബൽ ഇന്നൊവേഷൻ സെൻറ്റർ ഉണ്ട് IoTക്കും ഡീപ്പ് ലേണിംഗ് ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇൻഡസ്ട്രി കൊളാബറേഷനും കോർപ്പറേറ്റ് കൊളാബറേഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഈ നോട്ടബിൾ പ്രൊജക്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് 2025-2026 സമയത്തെ നോട്ടബിൾ പ്രൊജക്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് നോക്കാം. ഹൈടെക് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് സ്റ്റുഡൻറ്റ് ലെഡ് സക്സസ് ഇൻക്ലൂഡും വെലോ CET വിച്ച് സക്സസ്ഫുള്ളി ടെസ്റ്റ് ദ NAVA-1 സോളിഡ് റോക്കറ്റ് മോട്ടർ ആൻഡ് ദ ഫോളിയം എക്കോ ഡ്രൈവ് ടീം ക്വാളിഫയിങ് ഫോർ ഇൻ്റർനാഷണൽ എക്കോ മാരത്തോണിന് എന്തുണ്ട്? ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ എക്കോ മാരത്തോണിന് ഈ പ്രോജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. കട്ടിംഗ് എഡ്ജ് R&D കറണ്ട് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് HPC പ്രൊജക്ട് ഫോക്കസ് ഓൺ 3D റീകൺസ്ട്രക്ഷൻ, ഡിസ്ക്യൂസ്ഡ് ഫേസ് റെക്കഗ്നൈഷൻ ആൻഡ് AI ഡ്രിവൻ റെറ്റിനൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കട്ടിംഗ് എഡ്ജ് R&D പ്രൊജക്റ്റുകളോട് നടന്നിട്ടുണ്ട്. റീസെൻ്റ് അവാർഡ് CET റിസീവ് എ സ്റ്റേറ്റ് ലെവൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് ഇൻ ദ യങ് ഇന്നോവേറ്റർ പ്രോഗ്രാം 5.0 ആൻഡ് ഓൺ നാഷണൽ ലെവൽ ഹാക്കത്തോൺ ലൈക്ക് UST D3 2025. അതായത് CETനെ പറ്റി ഒന്നും പറയാനില്ല, നല്ല കോളേജാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളും ഇന്നോവേഷൻസും റിസർച്ചുകളും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് അവിടുത്തെ ഫെസ്റ്റാണ്. CETയിൽ നല്ല ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, ഫെസ്റ്റിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ സ്റ്റുഡൻറ്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ് IEEE, IEDC, NSS, സ്പേസ് ക്ലബ്ബ്, ഓപ്പൺ ലാബ്, AI ക്ലബ്ബ്, ഗൂഗിൾ DSC, എയ്റോ, CET, കൾച്ചറൽ ആൻഡ് ലിറ്ററസി ആൻഡ് സോഷ്യൽ ക്ലബ്. കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ: ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആൻഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഗുഡ് പ്ലേസ്മെൻറ്റ് ആസ് ഓഫ് 2024. ദ കരിക്കുലം ഈസ് ഓൾഡ് ബട്ട് ക്യാമ്പസ് ലൈഫ് ഈസ് ദ ബെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2020. ഓക്കെ, കരിക്കുലം ഈസ് ഓൾഡ് എന്ന് പറയാൻ പുതിയ കരിക്കുലം KTU ആണല്ലോ കരിക്കുലം തയ്യാറാക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും അതന്നെ പഠിക്കാനുണ്ടാവുക. ഓക്കെ, ബെസ്റ്റ് ക്യാമ്പസ് ആണ്. നെക്സ്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് കോളേജാണ്. ഇത് ഒരു ഗവൺമെൻറ് കോളേജ് തന്നെയാണ്. 1999 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, അപ്പോൾ CET എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യരുത്. CET വേറെ തന്നെയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എന്നുള്ളതാണ് CETനെ പറയുക. അവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ഏതാണ്? ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ബാർട്ടൺ ഹില്ലാണ് വരിക. ഓക്കെ, ഇതിന് മുന്നിലാണ് ആരുള്ളത്? ഗവൺമെൻറ് എന്നുള്ളത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർട്ടൺ ഹില്ലാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അത് CET ആണ്. ഓക്കെ,
അത് മാറിപ്പോയരുത് കേട്ടോ, ഓപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ മാറിപ്പോയരുത്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഈ കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, അവിടുത്തെ BTechന്റെ ബ്രാഞ്ചുകളും അതിൻ്റെ ഇൻടേക്സ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 300 സീറ്റുകളാണുള്ളത്. അവിടുത്തെ അഡ്മിഷൻ മോഡ് നോക്കാം. കീം വഴിയും NRI വഴിയും നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് സ്റ്റേറ്റ് മെറിറ്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് 13,038 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 7,633 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 4,125 ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വന്നിട്ടുള്ളത് 7,689 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 11,096 വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അവിടുത്തെ ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 11,014. ഇത് തന്നെ ആയിരിക്കും CET ഇവിടുത്തെ ഫീസ്, ഏകദേശം സെയിം തന്നെ ആയിരിക്കും. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 6 ഏക്കർ ക്യാമ്പസ് ആണ്, അതായത് ചെറിയ ക്യാമ്പസ് ആണ്. 6 ഏക്കർ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, കോളേജ് ഹോസ്റ്റല്, കോളേജ് ബസ്, വുമൻസ് സെല്ല്, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ സെല്ല്, ക്യാമ്പസ് വൈഫ്, ലാംഗ്വേജ് ലാബ്, ടെക്നോളജി, ബിസിനസ് ഇൻക്യുബേറ്റർ, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻസ്, ക്യാൻറ്റീൻ. ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ്, ഇലക്ട്രോണിക് സർക്യൂട്ട് ലാബ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ലാബ്, പ്രൊജക്ട് ലാബ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സാലറി പാക്കേജ് നോക്കാം. ഹയസ്റ്റ് സാലറി വന്നിട്ടുള്ളത് 11.6 LPAയും ആവറേജ് 4.5 LPAയും ആണ്. 2023-2024 ഇതാ ECക്കായിരുന്നു. ECക്ക് ഒരു 75ഓളം ആൾക്കാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനി വൈസ് കൊടുത്തിട്ടുണ്ട്. ടാറ്റ എലക്സി വന്നിട്ടുണ്ട്, സ്പെരീഡിയൻ, ബെല്ല്, TCS, നിഞ്ച, UST, ഗ്ലോബൽ ഗസ്റ്റ്, ക്യൂബെസ്റ്റ്, അങ്ങനെ ഫെഡറൽ ബാങ്ക്, അങ്ങനെ ധാരാളം കമ്പനികൾ വന്നിട്ടുണ്ട്. ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് എല്ലായിടത്തും വരുന്ന തന്നെ എല്ലാ IT കമ്പനീസും ഉണ്ട്. ഇൻഫോസിസും TCSും വിപ്രോ, അക്സെഞ്ചറൊക്കെ ഉണ്ട്. CL, L&T വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ IEDC സെല്ലുണ്ട്. IEDC സെല്ലിന് ബിഗിനേഴ്സ് ലീഗ് എടുത്തിട്ടുണ്ട്. ദേ പബ്ലിഷ് ഇന്നോവേറ്റീവ് ഡൈജസ്റ്റ് വീക്കിലി. ഇന്നോവേറ്റീവ് ഡൈജസ്റ്റ് വീക്കിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നോവേറ്റീവ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എമർജിങ് ടെക്നോളജിയും സ്റ്റാർട്ടപ്പ് ട്രെൻഡുകളും അതിൽ കാണിക്കും. ഓക്കെ, അടുത്ത ട്രാൻസ്ലേഷണൽ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് സെൻറ്റർ ഉണ്ട്. ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി, ഗ്രീൻ ടെക്നോളജി ആൻഡ് സോൾവിങ് പ്രാക്ടിക്കൽ എഞ്ചിനീയറിംഗ് ചാലഞ്ചസ്, ലിങ്കിങ് റിസർച്ച് ടു സൊസൈറ്റൽ നീഡ്സ്. ഓക്കെ, ഇൻഡസ്ട്രി അക്കാദമിയ കൊളാബറേഷൻ, ഇൻഡസ്ട്രി ലീഡേഴ്സ് ലൈക്ക് TCS, ടാറ്റ എലക്സി, UST ഗ്ലോബൽ, ടുർമോ, പെൻപോൾ ഫോർ എ പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് വേണ്ടിയിട്ട് ഇവരായിട്ട് എന്തുണ്ട്, കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ആരായിട്ട്? IIT പാലക്കാടായിട്ട് ട്രാൻസ്ലേഷണൽ റിസർച്ചിന് പാർട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത സെൻറ്റർ ഫോർ എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, CRD, ഓൺ ക്യാമ്പസ് സാറ്റലൈറ്റ് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ ടു പ്രൊമോട്ട് റിസർച്ച് ഇനീഷ്യേറ്റീവ്. അക്കാദമിക് എക്സലൻസ് ആൻഡ് കോമ്പറ്റീഷൻസ്, സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിനൊക്കെ എന്തുണ്ട്, ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ആക്റ്റീവ്ലി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി സിസ്റ്റത്തിനും വേസ്റ്റ് ടു എനർജി, ഗ്രീൻ കെമിസ്ട്രി, അഡ്വാൻസ്ഡ് ഹീറ്റ് ട്രാൻസ്ഫറിലൊക്കെയാണ് ഫോക്കസ് ഏരിയ റിസർച്ചിൽ. ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ 2014 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യുക, IPR ചെയ്യുക, പാറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് എടുത്തു കൊടുക്കുക, MSME ഫണ്ടിങ് ഒക്കെ അതിനെ എയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അവിടെ ടെക് ഫെസ്റ്റുകൾ നടക്കാറുണ്ട്, ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. IEEE പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അവിടെയുള്ള ക്ലബ്ബ് നോക്കാം.
IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, കൂടാതെ പേഴ്സണൽ ഗ്രോത്ത് സെന്റർ, കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യ, CRD, ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ സൊസൈറ്റി, ASME ഒക്കെ ഉണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂ, ഗുഡ് അക്കാദമിക്സ് ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്നുണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കണേ. എക്സലൻറ്റ് ഫാക്കൽറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ആണ്, നോ ഇവൻറ്റ്സ്, ഫസ്റ്റ് ആൻഡ് എക്സ്ട്രാ ആക്ടിവിറ്റീസ്, ആവറേജ് പ്ലേസ്മെൻ്റ് എന്നും കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ചെറിയ കോളേജാണ്, 6 ഏക്കറാണ് ക്യാമ്പസിൻ്റെ വലിപ്പം വരുന്നത്, പക്ഷേ നല്ല കോളേജാണ് കേട്ടോ. അടുത്ത് ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട്. ഓക്കെ, ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട്. ഇത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്, KSRTCൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, 1995 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA ആൻഡ് NAC അക്രഡിറ്റേഷനുള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, നല്ല കോളേജാണ്. അവിടുത്തെ ബ്രാഞ്ചുകൾ ഏതൊക്കെ നോക്കാം. ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് അവിടെ 61 സീറ്റ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ ഓട്ടോമൊബൈലിന് 63 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 122 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 546 സീറ്റുകളാണുള്ളത്. അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെൻറ്റ്, NRI വഴി കയറാം. ഇവിടെ KSRTCൻ്റെ ഇവർക്ക് എന്തുണ്ടാവും, എംപ്ലോയീസിൻ്റെ ഒരു മക്കൾക്ക് എന്തുണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും. ഒരു 5% ഒക്കെ റിസർവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. എന്തായാലും KSRTCൻ്റെ അണ്ടറിലായതുകൊണ്ട് അതിൻ്റെ എംപ്ലോയീസിന് ഇതുണ്ടാവും. അതുപോലെ കോർപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കീഴിൽ വരുന്ന കോളേജുകളുണ്ട്. ആ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന പേരൻസിൻ്റെ മക്കൾക്കൊക്കെ എന്തുണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും. ചെറിയ രീതിയിലുള്ള റിസർവേഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ്, സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് എന്ത് ഇതാണെങ്കിലും 50% എന്തായിരിക്കും, കീമോ വഴി ആയിരിക്കും അഡ്മിഷൻസ് എടുക്കുക. ഓക്കെ, ബാക്കിയുള്ളതിലേക്ക് എന്തുള്ളൂ, റിസർവേഷൻ ഉണ്ടാവുള്ളൂ. ബാക്കി 50%ലാണ് റിസർവേഷൻ കാറ്റഗറി മൊത്തം വരിക. ഓക്കെ, ബാക്കിയുള്ള കാറ്റഗറിയൊക്കെ ആ റിസർവേഷനൊക്കെ എടുക്കുന്നത് അതിൽ നിന്നായിരിക്കും. ഇനി ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 12,700 സംതിങ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 5,467. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AANML വന്നത് 7,825. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 7,934. മെക്കാനിക്കൽ ഓട്ടോമൊബൈലിന് വന്നത് 26,596. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വന്നത് 16,400. ഇനി അടുത്തൊരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 68,650 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 13 ഏക്കർ ക്യാമ്പസ്, ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, കോളേജ് ബസ്, അസാബ്, ക്യാൻറ്റീൻ, ഹോസ്റ്റൽ, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി സെൻറ്റർ. ഓക്കെ, ഇനി ലാബിൻ്റെ ഫോട്ടോസ് നോക്കാം. ഇലക്ട്രിക് സിസ്റ്റം ലാബ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ലാബ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് ഹൈബ്രിഡ് ലാബ്, ഇലക്ട്രോണിക് സർക്യൂട്ട് ലാബ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ലാബ്, ANML ലാബ്. ഇത് ലാബൊക്കെ എക്സലൻറ്റ് ലാബ്സിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി, ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് ഒരു 4 to 6 LP ആണ് വരുന്നത്. ബാച്ച് വൈസ് ഓരോ വർഷത്തെയും ഇപ്പോൾ 2025, 24, 22 401 പേര് ബാച്ച് വൈസ് ആയിട്ടുണ്ടായിരുന്നു, പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 2024 515 പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 2025 495 പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബാച്ച് വൈസ് ഉദ്ദേശിച്ചത്. രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ്, പെയ്ഡ് ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് 40% പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ബാച്ച് വൈസ് അല്ല, ബാച്ചിൻ്റെ സൈസാണ് ഉദ്ദേശിച്ചത്. ബാച്ചിൻ്റെ സൈസ് 495 ഉണ്ടായിരുന്നു. അതിൽ 474 രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് ആയിട്ടുള്ള ലാസ്റ്റ് ഇയറിൽ 188 പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കിട്ടിയവർ 61 പേരുണ്ട്. ടോട്ടൽ പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 40% കാര്യം പ്ലേസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ. ടോപ്പ് റിക്രൂട്ടേഴ്സ് 60 ടെക്നോളജി, ബോഷ്, കോഗ്നിസെന്റ്, അങ്ങനെ HDFC ബാങ്ക്, അങ്ങനെ കുറച്ച് കമ്പനീസ് ഒക്കെ എന്തുണ്ട്. ഇതെല്ലാം ബാക്കിയുള്ള കുറച്ച് കമ്പനീസും കൂടി വന്നിട്ടുണ്ടാവും. അവിടെ പ്ലേസ്മെന്റിന് വന്ന കമ്പനീസിന് എല്ലാത്തിനും ഇവിടെ വെച്ചിട്ടില്ല, കുറച്ച് കമ്പനീസിന് മാത്രം എടുത്ത് വെച്ചതാണ്. ഓക്കെ. കോളേജിന്റെ ഇതിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും, വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും ആരൊക്കെ ഏതിലൊക്കെയാണ് പ്ലേസ്ഡ് ആയി എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്. ഫണ്ടഡ് ആൻഡ് റിസർച്ച് പ്രൊജക്ട്. ദ കോളേജ് ഹാസ് അണ്ടർടേക്കൺ ഓവർ 10 ഫണ്ടഡ് റിസർച്ച് പ്രൊജക്ട് ഫോക്കസിങ് ഓൺ എമർജിംഗ് ടെക്നോളജീസ് ഏരിയാസ്. അതായത് 10ഓളം ഫണ്ടഡ് റിസർച്ച് പ്രൊജക്ട് നടക്കുന്നുണ്ട്. പാറ്റന്റ് ആൻഡ് പബ്ലിക്കേഷൻ SCTCE means Sri Chitra Tirunal College of Engineering has secured 17 patent and published 31 paper in SCIE indexed journal and 12 in conference. ഓക്കെ, ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. IEDC ഉണ്ട്, ഹബ് ഫോർ സ്റ്റുഡൻറ് ഇന്നോവേഷൻ മാനേജിംഗ് പ്രൊജക്ട് ആൻഡ് ഓൺടർപ്രണർ കൾച്ചറൽ ഓൺ ക്യാമ്പസിന് വേണ്ടിയിട്ട് IEDC ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്. റിസർച്ച് സപ്പോർട്ട് ബൈ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലൊക്കെ റിസർച്ച് ഫോക്കസ്ഡാണ്. കീ ആക്ടിവിറ്റീസ് ആൻഡ് ക്യാമ്പസ് ലൈഫ്. ടെക്നിക്കൽ ഇവൻറ്റ്സുകൾ നടക്കാറുണ്ട്. റെഗുലർ വർക്ക്ഷോപ്പ്, സെമിനാർ, ടെക്നിക്കൽ ഫെസ്റ്റുകൾ ആർ ഓർഗനൈസ്. ഇൻവോൾവ്മെന്റ് ഫ്രം സ്പെഷ്യലൈസ്ഡ് സെൽ, പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ക്ലബ്. ഓക്കെ. ഇൻഡസ്ട്രി കൊളാബറേഷൻ. MOU with ഇൻഡസ്ട്രി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിസർച്ച്, സ്റ്റുഡൻറ് ഇന്റേൺഷിപ്പിനും ആൻഡ് പ്ലേസ്മെന്റിനും വേണ്ടിയിട്ട് എന്തുണ്ട്, ഇൻഡസ്ട്രിയുമായിട്ട് MOU ഉണ്ട്. ഓക്കെ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ടു ഓഫർ 12 BTech പ്രോഗ്രാം ആൻഡ് 46% ഓഫ് ഇറ്റ്സ് ഫാക്കൽറ്റി വിത്ത് PhD. അവിടെ 46% ഫാക്കൽറ്റി എന്താണ്, PhD ഉള്ളവരാണ്. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ. ക്യാമ്പസ് അമ്യൂണിറ്റീസ് ഇൻക്ലൂഡ് എ സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ലൈബ്രറി, വർക്ക്ഷോപ്പ് ആൻഡ് ലാബ് ഫെസിലിറ്റീസ്. അടുത്ത ഫെസ്റ്റുകൾ നോക്കാം. ഉണ്ടോ, ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ചിത്രം, വോഗ്, ഫാഷൻ ഷോ ആണെന്ന് തോന്നുന്നു, കൾട്ടേവേ, ഇത്തരത്തിലുള്ള ഫെസ്റ്റുകളൊക്കെ അവിടെ നടക്കാറുണ്ട്. അടുത്ത ക്ലബ്ബുകൾ നോക്കാം. IEEE, IEDC, NSS, പിന്നെ സായിൻ്റെ സൈക്ലിംഗ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, ഫിലിം ക്ലബ്ബ്, CSI, ASM ഒക്കെ ഉണ്ട്. റിവ്യൂ. എ കോളേജ് ഹാസ് എ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫാക്കൽറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. കോളേജ് ഹാസ് ഗുഡ് പ്ലേസ്മെന്റ് റെക്കോർഡ് ആൻഡ് എ വൈബ്രന്റ് ക്യാമ്പസ് ലൈഫ് എന്നും കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളേജ് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ, പൂജപ്പുര. അത് അണ്ടർ ദ LBSന്റെ അണ്ടറിൽ വരുന്ന എന്താണ്, കോളേജാണ്. ഇത് ആർക്കുള്ളതാണ്, ഗേൾസിന് മാത്രമുള്ള കോളേജാണ്. ഓക്കെ. വിമൻസ് കോളേജാണ്. LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NB അക്രഡിറ്റേഷനുള്ള KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്. ഓക്കെ. അവിടുത്തെ ബ്രാഞ്ചുകൾ നമുക്ക് നോക്കാം. അവിടെ സിവിൽ എഞ്ചിനീയറിങ്ങിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 180 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 420 സീറ്റ് ഉണ്ട്. ഓക്കെ. കീം വഴി NRI വഴിയൊക്കെ നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് അവിടെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 22,959 ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് വന്നത് 11,824. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് വന്നത് 23,490. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 11,966. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വന്നത് 21,071. ലാസ്റ്റ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 64,870 ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി നോക്കാം. 4.5 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, നോർമലി വരുന്ന എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഓക്കെ. ലാബിൻ്റെ ഫോട്ടോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ലാബൊക്കെ ഉണ്ട് എന്ന് കാണിക്കാനാണ്. ഓക്കെ. ഹയസ്റ്റ് സാലറി പാക്കേജ് 12.62 LPA വരെ പോയിട്ടുണ്ട്.
4.5 മുതൽ 6 LP ആണ് ആവറേജ് സാലറി വന്നിട്ടുള്ളത്. കോളേജിൻ്റെ ഇതിൽ 2005 മുതലുള്ള ഓഫർ കൊടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് പ്ലേസ്ഡ് ആയി എന്നുള്ളത് 2023 353 പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 2024 187 പേരെ പ്ലേസ്ഡ് ആയത്. ഗ്രാഫ് ഇങ്ങനെ കൂടിയും കുറഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അവിടെ വന്ന കമ്പനികളുടെ ടോപ്പ് റിക്രൂട്ടേഴ്സിനെ അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാട്ടോ. അടുത്തത് അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്. സാറ്റലൈറ്റ് ടെക്നോളജി ഇസ് ദ ഫസ്റ്റ് ഇൻ കേരള ടു ഹാവ് എ സാറ്റലൈറ്റ് ഇൻ സ്പേസ് ഡെവലപ്ഡ് ബൈ വിമൺ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, വിമൺ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് കേരള ടു ഹാവ് എ സാറ്റലൈറ്റ് ഇൻ സ്പേസ്. ഓക്കെ, എവിടെ ഉണ്ട്? LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലുണ്ട്. റിസർച്ച് ഏരിയാസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇന്നൊവേഷൻ ആൻഡ് ക്ലബ്ബ്, തിങ്കർ ഹബ് ഉണ്ട് ആൻഡ് സ്പേസ് ക്ലബ് ഉണ്ട്. ഓക്കെ, റിസർച്ച് ഫോറം ആൻഡ് എൻഹാൻസ്ഡ് എഡ്യൂക്കേഷൻ ഫോറം conducted technical training and support R&D activity including Cisco network certificate course. Funded project, faculty undertake research funded by government agencies and engage in consultancy services. Industry collaboration, civil engineering department maintain MOU with organizations such as KSCST and NATPAC. Okay, ഈ ഓർഗനൈസേഷനായിട്ട് എന്തുണ്ട്? സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് MOU ഉണ്ട്. അടുത്ത ഫെസ്റ്റുകൾ നോക്കാം. യവനിക ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, തിങ്കർ ഹബ്ബ്, റോബോട്ടിക്സ് ക്ലബ്ബ്, സ്പേസ് ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, GDSC. Okay, review the facilities are pretty good. Thus, I suggest student avoid this college for a better campus life. അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ക്യാമ്പസ് ലൈഫിന് അവോയ്ഡ് ചെയ്യാനുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. മീൻസ് ഇതൊരു വിമൻസ് കോളേജാണ്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അടുത്തത് മാർ ബെസീലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം. ഓക്കെ, നമ്മൾ വേറൊന്ന് കൊല്ലത്ത് പറഞ്ഞിരുന്നു, അത് മാർ ബെസീലിയസ് കോളേജ് 2 എന്നുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇത് ഒരു സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NB ആൻഡ് NAC A ഗ്രേഡ് കോളേജാണ്. അതിൻ്റെ KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. വലിയ ക്യാമ്പസ് അല്ലേ. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 90 സീറ്റ്. അങ്ങനെ ടോട്ടൽ 630 സീറ്റുകളാണുള്ളത്. കീമൻ മാനേജ്മെൻറ്റ് ആൻഡ് NRI കോട്ട വഴി നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിന് ഏകദേശം 43,923 വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 12,400 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AIക്ക് വന്നിട്ടുള്ളത് 15,200 സംതിങ്ങും, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വന്നത് 29,000 സംതിങ്ങും, 29,166. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 25,474. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 16,770. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 39,502. അടുത്ത ഏകദേശം അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 1,500,000 ഇൻഫ്രാസ്ട്രക്ചർ 130 ഏക്കർ ക്യാമ്പസ് ആണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓഡിറ്റോറിയം, ബാഡ്മിൻ്റൺ കോർട്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, ടേബിൾ ടെന്നീസ്, നെറ്റ്ബോൾ കോർട്ട്, ജിംനേഷ്യം, പിന്നെ എല്ലായിടത്തുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ലാബിൻ്റെ ഒക്കെ ഫോട്ടോസാണ് വെച്ചിട്ടുണ്ട്. ഹീറ്റ് എഞ്ചിൻ ലാബ്,
എ ലാബ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ലാബ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബ്, ഇലക്ട്രിക് വെഹിക്കിൾ റിസർച്ച് ലാബ്, പവർ സിസ്റ്റം ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് സമ്മറി IS സാലറി പോയിട്ടുള്ളത് 12 LP ആണ്, 4.4 LP ആണ് എന്തുള്ളത് ആവറേജ് സാലറി. ടോപ്പ് റിക്രൂട്ടേഴ്സിന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റി, റിസർച്ച് ആൻഡ് പാറ്റൻറ്റ് നോക്കാം. സ്പോൺസേഡ് കോളേജ് പ്രൊമോട്ട് റിസർച്ച് ത്രൂ സ്പോൺസേഡ് പ്രൊജക്ട്, ഇൻ-ഹൗസ് ഫണ്ടിങ് ഫോർ ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ്റ് വിത്ത് 4 പാറ്റൻറ്റ് ഗ്രാൻറ്റഡ് ഇൻ 2025 4 പാറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സ്, സാറ്റലൈറ്റ് സെൻറ്റർ ഉണ്ട്, ട്രസ്റ്റ് സാറ്റലൈറ്റ് സെൻറ്റർ, UHB നോഡൽ സെൻറ്റർ ആൻഡ് മേക്കർ സ്പേസ് ഒക്കെ ഉണ്ട്. കാറ്റലിസ്റ്റ് IEDC ഉണ്ട്, 2013 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ടപ്പ് ക്രിയേഷനും ടെക്നിക്കൽ ഇന്നോവേഷൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇൻഡസ്ട്രി പാർട്ണർഷിപ്പ് ഓർ MOUs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസിലേക്ക് UST ഗ്ലോബലുമായിട്ടും സിസ്റ്റം ടൈംഡോ SCTIMT ടൈംഡ് ആൻഡ് നാദാൻ അഗ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് ഇത്തരം കമ്പനികളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്, MOU സൈൻ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ വർക്ക്ഷോപ്പുകൾ, മോഡൽ റോക്കട്രി, CAD ട്രെയിനിങ്, ടെക്നിക്കൽ മോഡൽ മേക്കിംഗ് കോമ്പറ്റീഷൻസ് ബൈ ഇൻഡസ്ട്രി എക്സ്പേർട്ടുമായിട്ട് ഇതാക്കിയിട്ട് ലീഡ് ചെയ്തിട്ട് എന്തുണ്ട് അവിടെ വർക്ക്ഷോപ്പുകൾ നടക്കാറുണ്ട്. സ്പോൺസേർഡ് പ്രൊജക്റ്റ്, എക്സ്റ്റേണൽ ഏജൻസീസ് ലൈക്ക് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് DST അതിൽ നിന്ന് എന്തുണ്ട് റിസർച്ച് പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇൻ-ഹൗസ് പ്രൊജക്റ്റ്, സീഡിംഗ് ഗ്രാൻഡ് ഫോർ യങ് ഫാക്കൽറ്റി ആൻഡ് internship to promote joint research between faculty and students. Okay, consultancy service, the institution provide consultancy particularly through the civil engineering department for organization like the Kerala Public Work Department in എന്ത് ചെയ്യാറുണ്ട് കൺസൾട്ടൻസി ചെയ്യാറുണ്ട്. അടുത്ത ഫെസ്റ്റുകളാണ്. കോളേജിൽ നല്ല ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, ക്രോസ് റോഡ്സ് 2026. നെക്സ്റ്റ് സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEDC, NSS, കൂടാതെ ഫോട്ടോഗ്രാഫി, നാച്ചുറൽ ക്ലബ്ബ്, പബ്ലിക് സ്പീക്കിംഗ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, അങ്ങനെ ധാരാളം ക്ലബ്ബുകളുണ്ട്. മ്യൂലേൺ, സ്പേസ് ക്ലബ്ബ്. ഓക്കെ, റിവ്യൂ നോക്കാം. മാനേജബിൾ ആൻഡ് അക്സെപ്റ്റബിൾ കോഴ്സ് ആൻഡ് ലേണിംഗ് പാറ്റേൺ ഇറ്റ് വാസ് എ നൈസ് കോളേജ് ബട്ട് ഡോണ്ട് എക്സ്പെക്റ്റ് എനി ഫ്രീഡം എന്നുള്ള രീതിയിലൊക്കെ റിവ്യൂ ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്തത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം സെൽഫ് ഫിനാൻസ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ കോഴിക്കോട് പറഞ്ഞ സമയത്ത് മലപ്പുറം പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞിരുന്നു. അതുപോലത്തെ ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം. ഇത് 2000 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. NAC A++ ആണ് ഗ്രേഡ്. ഇത് KTUവിൻ്റെ അണ്ടറിലല്ല വരിക. ഓക്കെ, ഇത് KUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ് കേട്ടോ. ഇത് KUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, അടുത്തത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം. ഇത് സെൽഫ് ഫിനാൻസ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇത് കേരള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റ് പറഞ്ഞ സമയത്ത് അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നമ്മളൊരു കോളേജ് പറഞ്ഞിരുന്നു. അതുപോലത്തെ ഒരു കോളേജാണ് ഇത്. കേരള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. 2000 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NAC A++ ഉണ്ട് അക്രഡിറ്റേഷൻ. അതിൻ്റെ KUവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, KU എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്, അവിടുത്തെ ബ്രാഞ്ചസുകളും സീറ്റുകളും നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 65 സീറ്റും ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 65 സീറ്റും അങ്ങനെ ടോട്ടൽ 250 സീറ്റുകളാണുള്ളത്. കീം മാനേജ്മെൻറ്റ് NRI വഴി അഡ്മിഷൻസ് എടുക്കാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 21,367. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 26,463. അതിന് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വന്നിട്ടുള്ളത് 39,739.
അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വന്നിട്ടുള്ളത് 36,750 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 350+ ഏക്കേഴ്സ് ആണ്. അത് യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് 350+ ഏക്കേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് എന്ത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിൻ്റെ മൊത്തം ഏരിയകളായിട്ടാണ് പറഞ്ഞത്. പിന്നെ സെൻട്രൽ ലൈബ്രറി, ഹെൽത്ത് സെൻറ്റർ, ഫെസിലിറ്റി, കോളേജസ് ഒക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടില്ല. പ്ലേസ്മെൻറ്റ് ആവറേജ് സാലറി 4.7 LP ആണ് വന്നിട്ടുള്ളത്. ഇൻഫോസിസും IBM ഒക്കെ വന്നിട്ടുണ്ട്. TCSും EY ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് ലെഗസി IEDC ഉണ്ട്. ഓക്കെ. സ്പെഷ്യലൈസ്ഡ് വർക്ക്ഷോപ്പ് ആൻഡ് ബൂട്ട് ക്യാമ്പ് ലൈക്ക് ദ ഡ്രോൺ ആൻഡ് UA ടെക് ബൂട്ട് ക്യാമ്പ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. അത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സ്റ്റുഡൻറ്റ് ആൻഡ് ഫാക്കൽറ്റി ട്രാൻസ്ഫോം ഐഡിയ ഇൻറ്റു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. അടുത്തത് R&D സെൽ ആൻഡ് ആക്ടിവിറ്റി പ്രൊമോട്ട് റിസർച്ച് കൾച്ചർ, എൻകറേജ് ഫാക്കൽറ്റി ടു സബ്മിറ്റ് പ്രപ്പോസൽ ടു ഫണ്ടിങ് ഏജൻസീസ് ആയിട്ടുള്ള AICTCക്കും UGCക്കും DST DRDO ഒക്കെ എന്ത് ചെയ്യുന്നു, ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നു, ഫാക്കൽറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി കൊളാബറേഷനൊക്കെ വേണ്ടിയിട്ട്. ടെക്നിക്കൽ വർക്ക്ഷോപ്സ് ആൻഡ് സെമിനാർ, റെഗുലർ ഇവൻറ്റ് ലൈക്ക് കൊളാബറേഷൻ വിത്ത് ഓർഗനൈസേഷൻ ലൈക്ക് IEEE റാസ് കേരള ചാപ്റ്റർ ആൻഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഓക്കെ. ഫാക്കൽറ്റി റിസർച്ച് സപ്പോർട്ട്, സ്കോപ്പക്സ് ഇൻഡെക്സ്ഡ് ജേർണൽ, അറ്റൻഡൻസ് ഇൻ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസിനൊക്കെ ജേണൽ എന്താക്കാറുണ്ട്, പബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാറുണ്ട്. ഫോക്കസ് ഏരിയ വരുന്നത് ആക്റ്റീവ് റിസർച്ച് ഏരിയ ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്, ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെയാണ് ആക്റ്റീവ് റിസർച്ച് ഏരിയ വരുന്നത്. ഇൻഡസ്ട്രി കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്, കൊളാബറേഷൻ പാർട്ട്നേഴ്സ് NELT കാലിക്കറ്റ്, NEILET കാലിക്കറ്റ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, IEEE കേരള സെക്ഷൻ, IEEE റാസ് കേരള ചാപ്റ്റർ ആൻഡ് കേരള നോളജ് എക്കണോമി മിഷനായിട്ടൊക്കെ എന്തുണ്ട്, കൊളാബറേഷൻ ഉണ്ട്. പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രി എക്സ്പോഷർ, മെനി ടോപ്പ് കമ്പനീസ് ഇൻ ടെക്നോ പാർക്ക് കൊളാബറേറ്റ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊജക്റ്റ് ആൻഡ് പ്ലേസ്മെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി അവിടുത്തെ ഫെസ്റ്റുകൾ നോക്കാം. ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEEയും NSS ഉണ്ട്, ഫോഴ്സ് ക്ലബ്ബ്, ലെഗസി IEDC ഉണ്ട്, മ്യൂ ലേൺ UCEK ഉണ്ട്, ടൂറിസം ക്ലബ്ബ് ഉണ്ട്. ഇത്തരത്തിലുള്ള ക്ലബ്സ് ഒക്കെ ഉണ്ട്. അവിടുത്തെ റിവ്യൂ നിങ്ങൾ നോക്കണേ. ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഓഫ് ദ ക്യാമ്പസ്. സ്റ്റുഡൻറ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട്, റിവ്യൂസ് ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. അത് കേരള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഓക്കെ. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ. ഇത് CAPൻ്റെ അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് കോളേജാണ്. 2016 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ. അവിടെയുള്ള ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 300 സീറ്റാണ്. അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെൻറ്റ്, NRI ആണ്. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 45,600 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 27,100 സംതിങ്ങും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 53,900 സംതിങ്ങും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 37,000 സംതിങ്ങും, ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 54,862 ആയിരുന്നു. ഓക്കെ. ദ ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 45,630 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ. കോൺസെൻട്രേഷൻ ലാബൊക്കെ ഉള്ള നോർമൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്.
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള എന്തുണ്ട്, ലാബുകളുണ്ട്. ഓക്കെ, ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടില്ല. പ്ലേസ്മെൻറ്റ് സമ്മറി, ഹയസ്റ്റ് സാലറി 7 LP ആണ് കൊടുത്തിട്ടുള്ളത്. ആവറേജ് സാലറി 3 to 4 LP ആണ്. നോർമലി വരുന്ന കമ്പനീസൊക്കെ ഉണ്ട്. ഇൻഫോസിസും EYയും TCSും വിപ്രോ ഒക്കെ ഉണ്ട്. അല്ലാതെ വേറെയും കമ്പനീസൊക്കെ ഉണ്ട്. ഓക്കെ, മഹീന്ദ്ര ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, ആക്റ്റീവ് IEDC ആൻഡ് സ്റ്റാർട്ടപ്സ് ഉണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഹാവ് ഡെവലപ്ഡ് പ്രൊജക്ട് സച്ച് ആസ് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസ് മെഷീൻ ആൻഡ് ഇനീഷ്യേറ്റീവ് ലൈക്ക് ദ KTU ഗുരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ അവിടെ നിന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെൽ, high quality research including formulation of minor and major projects for funding agencies, publication of research papers and exploring patent filing. Industry collaboration and MOU സൈൻ ചെയ്തിട്ടുണ്ട്. കെൽട്രോണുമായിട്ടും റെഡ് ഹാറ്റ് ഫോർ ടെക്നിക്കൽ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കെൽട്രോണുമായിട്ടും റെഡ് ഹാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഫാക്കൽറ്റി അച്ചീവ്മെൻറ്റ് വോൺ പ്രസ്റ്റീജിയസ് ടെക്നിക്കൽ കോമ്പറ്റീഷൻ സച്ച് ആസ് ദ ഹൈഡ്രജൻ ഹാക്കത്തോൺ എന്നുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻ്റർനാഷണൽ സബ്മിറ്റ് ലൈക്ക് ദ വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് ഇൻ റോട്ടർഡാം. അവിടെ ഉള്ളതിന് എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫാക്കൽറ്റി മെമ്പർ. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റൽ ടെക്നിക്കൽ ആക്ടിവിറ്റീസ് നോക്കാം. ട്രിപ്ലി, വിദ്യുത് അസോസിയേഷൻ, റോബോട്ടിക് വർക്ക്ഷോപ്പ്, ഓർഡിനോ മാത്ത് ലാബ് ഇൻ്റഗ്രേഷൻ, റിസർച്ച് ഇൻറ്റു റിന്യൂവബിൾ ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് എനർജി സ്റ്റോറേജ് സിസ്റ്റം. CSC, കോഡിയാക് അസോസിയേഷൻ എന്തുണ്ട്, ഇന്നർ എ ടെക്നിക്കൽ ഫെസ്റ്റ് അലോങ് വിത്ത് വേരിയസ് കോഡിംഗ് വർക്ക്ഷോപ്സ് ആൻഡ് വെബിനാർ സച്ച് ആസ് ജനറേറ്റീവ് AI. Mechanical department focus on research in green energy solution and sustainable technologies. Technical club, campus features various clubs such as Astronova Space Club and ACM students chapter to promote technical curiosity. ഓക്കെ, അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഷോയുടെയും ഇതിനൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, ASME, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബൊക്കെ ഉണ്ട്. കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ, സപ്പോർട്ടീവ് ഫാക്കൽറ്റി ആൻഡ് ഡീസൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻ ജനറൽ ദ കോളേജ് ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ്, നോട്ട് ടു ഗിവ് മച്ച് ഹൈപ്പ് എന്നുള്ള രീതിയിലൊക്കെ റിവ്യൂ എടുത്തിട്ടുണ്ട്. റിവ്യൂസൊക്കെ നിങ്ങൾ നോക്കട്ടോ. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ. ഓക്കെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ ഇതൊരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് അണ്ടർ IHRDൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. 2004 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ് ആറ്റിങ്ങൽ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ്, ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 300 സീറ്റുകളുണ്ട്. അഡ്മിഷൻ മോഡ് കീം മാനേജ്മെൻറ്റ് NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 28,470 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് വന്നത് 29,580. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 53,985. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 37,715. ഫീസ് വരുന്നത് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 68,250. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 7.08 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, ലാബ്, ഓഡിറ്റോറിയം, ഇൻഡോർ സ്പോർട്സ് ഫെസിലിറ്റി, ഔട്ട്ഡോർ സ്പോർട്സ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ലാബിൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. സർക്യൂട്ട് ലാബ്, ഡിജിറ്റൽ ലാബ്, കമ്പ്യൂട്ടർ ലാബ്, കമ്മ്യൂണിക്കേഷൻ ലാബ്. ഓക്കെ,
പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി വന്നിട്ടുള്ളത് 4 LP ആണ്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. കോസ്റ്റ് ഗ്ലോബലും UST ഗ്ലോബലും ഇൻഫോസിസ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, പ്രൊജക്റ്റ് ആൻഡ് റിസർച്ച്, കൊളാബറേറ്റീവ് R&D റിസർച്ച് ഫോക്കസ് ഓൺ ഏരിയ ലൈക്ക് പ്രിവെൻറ്റീവ് പോളിസിങ് യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. സ്റ്റുഡൻറ്റ് ഇന്നോവേഷൻ, ദ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് specifically encourage socially relevant project including electric bike and solar PV street lights. Okay, technical societies IEEE ഉണ്ട്. technical societies 1D group, technical and knowledge and research. Workshops and seminar, frequent workshop on topic like embedded system, cyber security and signal processing are organized, such as മാർച്ച് 2026 IEEE SPS വർക്ക്ഷോപ്സ് ഒക്കെ നടന്നിരുന്നു. അവിടെ കൾച്ചറൽ ആൻഡ് ടെക് ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, സ്പോർട്സ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ് ഒക്കെ ഉണ്ട്. റിവ്യൂ, ഇറ്റ് ഈസ് എ ഗുഡ് ആൻഡ് പീസ്ഫുൾ കോളേജ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ ഈസ് എ വെരി ഗുഡ് ആൻഡ് കാം കോളേജ് എന്നാണ് റിവ്യൂ ഉള്ളത്. അടുത്ത കോളേജ് നമുക്ക് നോക്കാം. മാരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് കഴക്കൂട്ടം. ഓക്കെ, സെൽഫ് ഫിനാൻസ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. അടുത്ത ബ്രാഞ്ചുകൾ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 150 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനും 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 540 സീറ്റുകളുണ്ട്. അഡ്മിഷൻ മോഡ് കീം മാനേജ്മെൻറ്റ് NRI നമുക്ക് കയറാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് വന്നിട്ടുള്ളത് 41,100 സംതിങ്ങും, സിവിൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 56,500 സംതിങ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 28,700 സംതിങ്ങും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 51,284 ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 46,425 ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 31,945 ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 53,645 ആണ്. ഓക്കെ, 1,500,000 അവിടുത്തെ ആവറേജ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 27 ഏക്കർ ക്യാമ്പസ് ആണ്. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, അവിടുത്തെ ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഡാറ്റാസ് ഒന്നും കൊടുത്തിട്ടില്ല. വന്ന ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് വന്ന IBMഉം ആക്സിസ് ബാങ്കും ടെക് മഹീന്ദ്ര ഒക്കെ വന്നിട്ടുണ്ട്. ഇൻഫോസിസും വിപ്രോ ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. അവർ റെഗുലർലി പബ്ലിഷ് പേപ്പേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ജേർണൽ ആൻഡ് കോൺഫറൻസ് പ്രൊസീഡിംഗ് including Scopus Index IEEE Conference, active research area including perovskite solar cells. Okay, assistive technology SI-LERT for hearing impaired, biomedical signal processing, artificial intelligence, machine learning ഒക്കെ അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. ഇന്നൊവേഷൻ ഇക്കോസിസ്റ്റം ഉണ്ട്. IEDC ആൻഡ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. മാരിൻ IEDC ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ലീഡർ ഇൻ ദ സ്റ്റേറ്റ്. ഹാക്കത്തോൺ, ഐഡിയത്തോൺ, ബൂട്ട് ക്യാമ്പ്സ് ഒക്കെ നടക്കാറുണ്ട്. സെൻറ്റർ ഫോർ സപ്പോർട്ടിംഗ് സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് സച്ച് ആസ് പ്ലഗ്ഡ് ഇൻ ആൻഡ് ടെതറപ്പ്. ഈ 2 സ്റ്റാർട്ടപ്സ് അവിടെ നിന്ന് ഉണ്ടായതാണ്. ഇൻഡസ്ട്രി കൊളാബറേഷൻ MOU ഉണ്ട് വിത്ത് ടെക്നോളജി ആൻഡ് UST ഗ്ലോബൽ ഫോർ എ റോബോട്ടിക് ലാബ് ടു ഫോക്കസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് MOU ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് കമ്പനികളായിട്ട്. സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സ്, റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ബയോമെഡിക്കൽ റിസർച്ചിന് സ്മാർട്ട് സെൻസേഴ്സ്, AI ബേസ്ഡ് ഹെൽത്ത് പ്ലാറ്റ്ഫോം
and Center for Coastal Engineering and Management address coastal dynamic and resilience, and Cyber Security Resource Center. Patent and prototype. Students have produced prototypes like go-kart three-phase regenerator and barely printer. NTIC award winner ആയിരുന്നു. ഓക്കെ, ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിൽ ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, KBA ഇന്നൊവേഷൻ ക്ലബ്ബ് ഉണ്ട്, ASC ഉണ്ട്, IEI ഉണ്ട്, മ്യൂലിയൻ കമ്മ്യൂണിറ്റി ഉണ്ട്, IGS ഒക്കെ ഉണ്ട്. ആൻഡ് റിവ്യൂ മെറീൻ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റിയിട്ട് റിവ്യൂ ഒക്കെ ഉണ്ട്. ഗ്രേറ്റ് ഫോർ എ ക്യാമ്പസ് ലൈഫ് ബട്ട് നോട്ട് റിയലി ഗ്രേറ്റ് ഫോർ എ ഫ്യൂച്ചർ കരിയർ ലൈഫ് എന്നൊക്കെ ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്തത് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. NBA NAC B+ വരുന്ന കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, ഇനി അവിടുത്തെ ബ്രാഞ്ചുകളും അതിൻ്റെ ഇൻടേക്കും നോക്കാം. എയറോനോട്ടിക്കൽ എഞ്ചിൻ ഫസ്റ്റ് വരുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 30, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന് 30. അങ്ങനെ ടോട്ടൽ 570 സീറ്റുകളാണുള്ളത്. കീം മാനേജ്മെൻറ്റ് NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 44,000 സംതിങ് ആണ്. ബയോമെഡിക്കലിന് 45,700 സംതിങ്, സിവിൽ എഞ്ചിനീയറിംഗിന് 51,200 സംതിങ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 36,100 സംതിങ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നത് 42,600 സംതിങ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് വന്നത് 48,200 സംതിങ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 55,300 സംതിങ്ങും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് വന്നത് 37,900 സംതിങ്ങും, ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 62,470, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന് വന്നത് 45,624 വന്നത്. ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 10 ഏക്കർ ക്യാമ്പസ് ആണ്. കൂടാതെ സെൻട്രൽ ലൈബ്രറി, ഡിജിറ്റൽ റിസോഴ്സ്, ഐഡിയ ലാബ് ഉണ്ട്, AICTൻ്റെ അപ്രൂവ്ഡ് ഐഡിയ ലാബ് ഉണ്ട്, ആപ്പിൾ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ, SAP ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് ഇതൊക്കെ ഉണ്ട്, ഗസ്റ്റ് ഹൗസ്. ഓക്കെ, അവിടുത്തെ ലാബിൻ്റെ ഫോട്ടോഗ്രാഫ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബ്, ഫ്ലൂയിഡ് മെഷീനറി ലാബ്, നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിംഗ് ലാബ്, iOS ലാബൊക്കെ ഉണ്ട്. ഹയസ്റ്റ് സാലറി ഒന്നും കൊടുത്തിട്ടില്ല. നോർമലി വരുന്ന സദർലാൻഡ്, EY, ഭദ്ര ഇൻ്റലിജൻസ് വൈസ്, ഓക്കെ, റോയൽ എൻഫീൽഡ്, റെനോൾഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ഇന്നോവേഷൻ എക്കോസിസ്റ്റം for having ranked promising in the ARIA 2021 ranking and having an active IEDC for fostering student startup. Specialized lab and research, IoT lab ഉണ്ട്, association with Kerala Startup Mission, robotics and embedded system lab for practical research, consultancy and collaboration through RASIPCAR. The institution undertake industrial and infrastructure consultancy alongside the interdisciplinary research. It has Renewable Energy Innovation Forum in collaboration with ANERT.
ഓക്കെ, അതിനായിട്ടുമായിട്ട് എന്തുണ്ട്, കൊളാബറേഷൻസ് ഉണ്ട്. റിസർച്ച് ഏരിയ AI, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, സൈബർ സെക്യൂരിറ്റി ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെയാണ് ഫോക്കസ്. ഇൻഡസ്ട്രി ടൈ പാർട്ണർഷിപ്പ് വിത്ത് 30 കോർപ്പറേറ്റ് ഹൗസ് ഫോർ റിസർച്ചും ട്രെയിനിങ്ങിനും ഇന്റേൺഷിപ്പിനുമായിട്ട് 30ഓളം കമ്പനികളുമായിട്ട് എന്തുണ്ട്, ടൈപ്പ് ഉണ്ട്. അവിടെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, IST, അസ്ത്ര, സായി ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്. റിവ്യൂ നോക്കാം. ചൂസ് യുവർ ഫ്യൂച്ചർ വൈസ്ലി, ദ കോളേജ് ഈസ് റിയലി അമേസിങ് എന്നൊക്കെ റിവ്യൂ ഉണ്ട്, നോക്കട്ടോ. അടുത്ത കോളേജാണ് എയ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവല്ലം. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2013 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA, NAC A ഗ്രേഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. നമുക്ക് കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. അവിടെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അതിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 450 സീറ്റുകളാണുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. കൂടാതെ അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം മാനേജ്മെൻറ്റ് NRI ആണ്. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എയറോനോട്ടിക്കലിന് വന്നിട്ടുള്ളത് 46,400 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് വന്നിട്ടുള്ളത് 56,400 സംതിങ്ങും. സിവിൽ എഞ്ചിനീയറിങ്ങിന് 66,900 സംതിങ്ങും. അതിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 49,914 വന്നിട്ടുള്ളത്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 65,800 സംതിങ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 61,900 സംതിങ്ങും. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 66,900 സംതിങ്ങും. അതിൻ്റെ മെക്കട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 64,838 വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് ഇയർ കീം കട്ട് ഓഫ് കേട്ടോ. അവിടുത്തെ ഫീസ് വരുന്നത് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 82,500 അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 6 ഏക്കർ ക്യാമ്പസ് ആണ്. ബാക്കി ജിമ്മ്, ലൈബ്രറി, ലാബ്, സ്പോർട്സ് എല്ലാം ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പൾഷൻ ലാബ്, കാരണം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, CAD ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, ലോ സ്പീഡ് എയറോഡൈനാമിക്സ് ലാബൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് അവിടുത്തെ പ്ലേസ്മെൻറ്റ് സമ്മറി, ഹയസ്റ്റ് സാലറി 7 LP ആണ് പോയിട്ടുള്ളത്. ആവറേജ് 2.4 മുതൽ 3.6 വരെ വന്നിട്ടുണ്ട്. 2025 ഓൾമോസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് പ്ലേസ്മെൻറ്റ് ഏകദേശം ഒരു 60-70 പ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SLK, കാവി ലാബ്സ്, K ലാബ്സ്, ഓക്കെ, K ബയോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, പീപ്പിൾ മേക്ക് ടെക്നോളജി വർക്ക്. ഓക്കെ, ഇത്തരത്തിലുള്ള കമ്പനികൾ അവിടെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. IEDC സെല്ലുണ്ട്. റോബോട്ടിക്സിലും ഡ്രോൺ, വേർഡ് പ്രസ്സിലൊക്കെ എന്തുണ്ട്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഐഡിയത്തോൺ, ടെക്നിക്കൽ ടോക്ക് സ്പേസ്, ഓൺടർപ്രണർഷിപ്പ് ടു ഫോസ്റ്റർ ഇന്നോവേഷൻസ്. അക്കാദമിക് പ്രൊജക്ട് ആൻഡ് റിസർച്ച്, ആക്റ്റീവ് പ്രൊജക്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, KTU ടെക്നിക്കൽ കോൺഫറൻസ്, ഇതിലൊക്കെ എന്തുണ്ട്, പ്രസൻറ്റേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. സസ്റ്റൈനബിൾ ടെക്നോളജിയിൽ. ഓക്കെ, ആക്റ്റീവ് പ്രൊജക്ട് വർക്ക് പർട്ടിക്കുലർലി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ഇൻ KTU ടെക്നിക്കൽ കോൺഫറൻസ് ഓൺ ടോപ്പിക് സച്ച് ആസ് സസ്റ്റൈനബിൾ ടെക്നോളജി. ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ആൻഡ് ലാബ്, അവർ കൊളാബറേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ടൈറൻസ് ഇന്നോവേറ്റീവ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് അക്കാദമി ഫോർ റോബോട്ടിക്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് ഇൻറ്റേൺഷിപ്പിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഫെസിലിറ്റീസ്, സ്പെഷ്യലൈസ്ഡ് ലാബ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക്സ്, പ്രൊഡക്റ്റ് ഡിസൈൻ, മൈക്രോ കൺട്രോളർ, കമ്മ്യൂണിക്കേഷൻ ലാബൊക്കെ ഉണ്ട്. ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലുണ്ട്. ഹൈ സ്റ്റാൻഡേർഡ് ഇൻ റിസർച്ച്, നോളജ് ജനറേഷൻ ആൻഡ് അക്കാദമിക് ഓഡിറ്റ്. എയറോനോട്ടിക്കൽ ഇന്നോവേഷൻസ്,
ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ ട്രെയിനിങ് വിത്ത് അഡ്വാൻസ്ഡ് ലാബ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്. IEDs ഉണ്ട്, NSS ഉണ്ട്, ലിറ്ററസി സയൻസ് ആൻഡ് ടെക്നോളജി ക്ലബ്ബ്, ബുക്ക് ക്ലബ്ബ്, ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്, ഇന്നോവേഷൻ ക്ലബ്ബ് ഒക്കെ ഉണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. കോളേജ് ഈസ് റിയലി ഗുഡ് ആൻഡ് ഹാവ് ഗുഡ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെയിൻറ്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കഴക്കൂട്ടം. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ദെൻ അവിടുത്തെ ബ്രാഞ്ചസുകൾ നമുക്ക് നോക്കാം. അവിടെ സിവിൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 330 സീറ്റ് ഉണ്ട്. അഡ്മിഷൻസ് കീമ്, മാനേജ്മെൻറ്റ്, NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 66,900 സംതിങ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് വന്നത് 52,500 സംതിങ്ങും. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് വന്നത് 57,400 സംതിങ്ങും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് വന്നത് 46,500 സംതിങ്ങും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 49,300 സംതിങ്ങും. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വന്നത് 61,520 വന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 75,000 ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 20 ഏക്കർ ക്യാമ്പസ് ആണ്. എല്ലാ ബാസ്കറ്റ്ബോൾ കോർട്ട്, ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട്. ലാബ്, ബസ് ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് നോക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബ്, ഇതാണ് ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ്, ഇതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബ്, ഡാറ്റാബേസ് ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്. ഓക്കെ, ലാബുകളൊക്കെ ഉണ്ട്. മീൻസ് എല്ലാ സ്ട്രീമിൻ്റെയും ലാബുകൾ എന്തായാലും കോളേജിൽ നിർബന്ധമായിട്ടുണ്ടാകും. അവിടുത്തെ ആവറേജ് സാലറി 4.2 LP ആണ്. പല കമ്പനികൾ വന്നിട്ടുണ്ട്. TCSും കോഗ്നിസെൻറ്റും ഇൻഫോസിസൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് IEEC ഉണ്ട്, IIEC ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. ആക്റ്റീവ് MHRD റെക്കഗ്നൈസ്ഡ് സെൽ സിൻസ് 2018 മുതലുണ്ട്. IPR വർക്ക്ഷോപ്പ്, സെമിനാർ, ഐഡിയ പിച്ചിങ് സെഷൻസ് ആൻഡ് പ്രൊമോട്ടിംഗ് സ്റ്റാർട്ടപ്പ് കൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് IEDC ഉണ്ട്. ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ന്യൂ പ്രോഡക്റ്റ്, ഓർഗനൈസിംഗ് ഓണ്ടർപ്രണർഷിപ്പ് അവയർനെസ് ക്യാമ്പ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ സെല്ലുണ്ട്. ആനുവൽ ഇന്നോവേഷൻ ഫെസ്റ്റിവൽ നടക്കാറുണ്ട് 2019 മുതൽ. ഇന്റർ കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. കോളേജിലുള്ള കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. സെയിൻറ്റ് തോമസ് ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. സ്റ്റുഡൻസിന് ഇന്നോവേറ്റേഴ്സിനായി എസ്റ്റാബ്ലിഷ് ടു മെൻറ്റർ സ്റ്റുഡൻറ് ഇന്നോവേറ്റേഴ്സ് ടു ആൻഡ് അസിസ്റ്റ് പ്രീ ഇൻക്യുബേഷൻ സ്റ്റേജ്. ഓക്കെ, റിസർച്ച് അഡ്വൈസറി കൗൺസിൽ, റിസർച്ച് ആക്ടിവിറ്റീസ്, പബ്ലിക്കേഷൻസ്, കൺസൾട്ടൻസി പ്രൊജക്ട് വിത്ത് ദ കോളേജ്. ടെക്നിക്കൽ ഫെസ്റ്റ് യുക്തി 2025. യുക്തി കോമൺസി ടെക്നിക്കൽ ഫെസ്റ്റ് എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ഇന്നോവേറ്റീവ് സ്റ്റുഡൻറ് പ്രൊജക്ട്. IEEE സ്റ്റുഡൻസ് ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, സെയിം തന്നെ റിസർച്ചും ടെക്നിക്കൽ വർക്ക്ഷോപ്സ് ഒക്കെ നടക്കും. ഹാക്കത്തോൺസ് നടക്കാറുണ്ട്. എക്സ്പേർട്ട് ടോക്സ് ആൻഡ് സെമിനാർ, റെഗുലർ ഇൻഡസ്ട്രി അക്കാദമിക് ഇൻട്രാക്ഷൻ സച്ച് ആസ് സെഷൻസ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് കരിയർ ചോയ്സസ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് IPRനൊക്കെ പറ്റിയിട്ട് എന്ത് നടന്നിട്ടുണ്ട്, സെഷൻസ് നടക്കാറുണ്ട്. ആൻഡ് ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ ക്ലബ്സുകൾ നോക്കാം. IEDC, NSS, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ, IIPC, ആൻറ്റി ഡ്രഗ് അബ്യൂസ് ക്ലബ്ബ്, റെഡ് റിബൺ ക്ലബ്ബ്, ഫോസ് ക്ലബ്ബൊക്കെ ഉണ്ട്. റിവ്യൂ, ഓണസ്റ്റ് റിവ്യൂ ഫ്രം കറൻറ്റ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. ഇറ്റ് ഈസ് ആൻ ആവറേജ് കോളേജ് ആൻഡ് ആസ് എ ഗുഡ് എൻവയോൺമെൻറ്റ് ഫോർ സ്റ്റഡിയിങ് ഒക്കെ റിവ്യൂ ഉണ്ട്. അടുത്ത കോളേജാണ് മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, നെടുമങ്ങാട്.
സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. നാക്ക് എ ഗ്രേഡ് കോളേജാണ്. KTയുടെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ് മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ് കാണിച്ചത്. അടുത്ത ബ്രാഞ്ചസുകൾ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 30 സീറ്റ് ഉണ്ട്. ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്. സിവിൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 360 സീറ്റുകളുണ്ട്. കീമ് വഴിയും മാനേജ്മെൻറ്റ് വഴിയും NRI വഴിയും അവിടെ അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 56,000 സംതിങ് ആണ് റാങ്ക് വന്നത്. ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് 48,400 സംതിങ് വന്നു. സിവിൽ എഞ്ചിനീയറിങ്ങിന് 62,400 സംതിങ്ങും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 55,400 സംതിങ്ങും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 60,352. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 67,200. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 51,400 സംതിങ്ങും. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 59,900 സംതിങ് ആണ് കട്ട് ഓഫ് വന്നത്. അടുത്ത ഫീസ് റേഞ്ച് ഒരു 40,000 മുതൽ 70,000 വരെയാണ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. 37 ഏക്കർ ക്യാമ്പസ് ആണ്. നോർമലി വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് സെല്ലുണ്ട്, ഓഡിറ്റോറിയം, ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ ഉണ്ട്. ലാബിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബാണത്. അടുത്ത് പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ഈ കമ്പനികളൊക്കെ അവിടെ പ്ലേസ്മെൻറ്റിന് വന്നിട്ടുണ്ട്. സ്നൈഡർ ഇലക്ട്രിക്കും റാംകോ സൂപ്പർ ഗ്രേഡ് എഞ്ചിനീയർ റാംകോ സിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ക്യൂസ്പൈഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് റിസർച്ച് വിങ് ഉണ്ട്. കോർഡിനേറ്റ് ഫണ്ടിങ് വിത്ത് ഓവർ 25 lakhs റിസീവ്ഡ് ഫോർ ഫാക്കൽറ്റി പ്രൊജക്റ്റിന് 2017-2022 25 ലക്ഷം എന്ത് വന്നിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കേഷൻ ആൻഡ് കോൺഫറൻസ് ഓവർ 96 റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ്ഡ്. 96 റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 2017-2022 ഇടയിൽ. ഓർഗനൈസിങ് ടെക്സ്നോട്ട് നാഷണൽ കോൺഫറൻസ് ഫോർ ഫാക്കൽറ്റീസ് ആൻഡ് ഫോർ PG സ്റ്റുഡൻസിന് എന്തുണ്ട്, നാഷണൽ കോൺഫറൻസുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി കൊളാബറേഷൻ 19+ MOU സൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് ഇൻഡസ്ട്രി ആൻഡ് R&D ഫേം ടു എൻഹാൻസ് റിസർച്ച് പ്രാക്ടിക്കാലിറ്റീസിന് വേണ്ടിയിട്ട്. ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് ഫോക്കസ് ഓൺ സ്റ്റുഡൻറ്റ് പ്രൊജക്റ്റ് വിത്ത് സപ്പോർട്ട് ഫോർ പാറ്റൻറ്റിങ് ആൻഡ് പേപ്പർ പ്രസൻറ്റേഷനൊക്കെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. പ്രൊഡക്റ്റ് ഡിസൈൻ ഫോക്കസ് സ്പെഷ്യലൈസ്ഡ് ഫോക്കസ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. അക്കാദമിക് ആൻഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടക്കാറുണ്ട്. ലിങ്ക്ഡ് വിത്ത് IT പാർക്ക് ത്രൂ ടെലി പ്രസൻസ് നെറ്റ്വർക്ക് ഫോർ ടെക്നിക്കൽ ട്രെയിനിങ് ഇൻ കൊളാബറേഷൻ വിത്ത് കേരള ഗവൺമെൻറ്. ബ്രിഡ്ജ് ഓർ ആഡ് ഓൺ കോഴ്സസ് സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ഫോർ 2nd and 3rd year സ്റ്റുഡൻസ് അലോങ് വിത്ത് ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാം ഫോർ ഫൈനൽ ഇയേഴ്സ്. MOOC ഓൺലൈൻ ലേണിംഗ് ത്രൂ പ്ലാറ്റ്ഫോം ലൈക്ക് NPTEL, സ്വയം. പ്രൊഫഷണൽ ബോഡീസ് ആയിട്ട് IST, IEEE, CSI, SBTI ഒക്കെ ഉണ്ട്. അക്കാദമിക് സപ്പോർട്ട് റെമഡിയൽ ആൻഡ് സമ്മർ കോഴ്സ് ടു എൻഹാൻസ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. അടുത്ത കോളേജിൻ്റെ ഫെസ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലുമിനാറ്റി 26. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE, IEDC, IST, NSS, റെഡ് റിബൺ ക്ലബ്, CSI, കുറേ പെയിൻറ്റിങ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബൊക്കെ ഉണ്ട്. ICI ഒക്കെ ഉണ്ട്. ഓക്കെ, റിവ്യൂ നിങ്ങൾ നോക്കട്ടെ. ഗുഡ് പ്ലേസ്മെൻറ്റ് ഇൻ 2019, റിയലി ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, അബ്സല്യൂട്ട് വേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടും റിവ്യൂ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. നെക്സ്റ്റ് വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിളിമാനൂർ. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2013 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NAC B++ ആണ് അക്രിഡിറ്റേഷൻ. ആൻഡ് KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം.
ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. ബ്രാഞ്ചസ് ആൻഡ് ഇൻടേക്സ്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 60 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 270 സീറ്റുകളാണുള്ളത്. കീമ്, മാനേജ്മെന്റ്, NRI വഴി അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 58,200 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 51,400 സംതിങ്ങും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 49,559, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 63,625 ആണ്. ഒരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 82,500 ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഹോസ്റ്റല്, ട്രാൻസ്പോർട്ടേഷൻ, ജിമ്മ്, കഫ്തീരിയ, ഇൻഡോർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. ലാബിന് കുറച്ച് ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പവർ ഇലക്ട്രോണിക്സ് ലാബ് ആണെങ്കിലും സർക്യൂട്ട് ആൻഡ് മെഷർമെൻറ്റ് ലാബ്, മൈക്രോവേവ് ലാബ്, കമ്പ്യൂട്ടർ ലാബിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് സമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. ആൻഡ് അവിടെ ഏതൊക്കെ സദർലാൻഡ്, TCS ഒക്കെ വന്നിട്ടുണ്ട്, TVS ഒക്കെ വന്നിട്ടുണ്ട്, ലിറ്റ്മസ്, UST ഗ്ലോബൽ, ടെക് മഹീന്ദ്ര ഒക്കെ വന്നിട്ടുണ്ട്. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റി, വിദ്യ റിസർച്ച് സെൻറ്റർ ഉണ്ട്. സൂപ്പർവൈസറി റോൾ ഇൻ റിസർച്ച്, അസിസ്റ്റിംഗ് ഫാക്കൽറ്റി വിത്ത് ഫണ്ടിങ് പ്രപ്പോസൽസ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റുഡൻറ്റ് പ്രൊജക്ട്സ്. പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സെല്ലുണ്ട്, IPR സെല്ലുണ്ട്. അവരെ ഗൈഡ് ചെയ്യാൻ ആൻഡ് സ്റ്റുഡൻസ് ടു സെക്യൂറിംഗ് പാറ്റൻറ്റ് ആൻഡ് ഫോസ്റ്ററിംഗ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ഇന്നോവേഷൻ. കീ റിസർച്ച് ഏരിയാസ് ആൻഡ് പാറ്റൻറ്റ്. Faculty students are active in patent and research, including EEE faculty securing UK design patent for a brain tumor device and contribution to a solar-based animal intrusion detection device. ഇത്തരത്തിലുള്ള ഇതിലെന്തുണ്ട്, ഡിസൈനൊക്കെ UK പാറ്റൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, UK ഡിസൈൻ പാറ്റൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. ആൻഡ് IEDC which has on from a Kerala startup mission. Okay, Kerala startup mission ഓക്കെ, ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. IEDC നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. Vidya has achieved a high recognition in YIP, including winning the Best Institution Award YIP 7.0 for student innovations. International Conference, Department of Electronics and Communication Engineering organized International Conference on Intelligent System and Technologies. Okay, അതിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. ടെക്നിക്കൽ ഫെസ്റ്റ്, an annual techno-cultural fest showcasing project and promoting innovations. Workshops and seminar, regular hands-on workshops such as chip to net and technical sessions on AI, robotics and industry-oriented skills. Industry collaboration, the college was PALS chapter to strengthen industry academic collaboration and offer training for internship and placement. കോളേജുകളിൽ ഫെസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റുഡൻറ്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, CCE സയൻസ് ക്ലബ്, ആർട്സ് ക്ലബ്, ഫോട്ടോഗ്രാഫി ക്ലബ്ബൊക്കെ ഉണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂസ് നിങ്ങൾ നോക്കാം. College is very amazing and more opportunities are provided. I am also dissatisfied with our faculty members. The infrastructure of the college is minimal. No review ഉണ്ട്, റിവ്യൂ നിങ്ങൾ നോക്കാം. പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും. അടുത്ത കോളേജ് ലോർഡ്സ് മാതാ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുറ്റിച്ചാൽ. ലോർഡ്സ് മാതാ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുറ്റിച്ചാൽ. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NAAC അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകളും ഇൻടേക്സും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 360 സീറ്റ് ഉണ്ട്. അഡ്മിഷന് കീമ്, മാനേജ്മെൻറ്റ്, NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ്
സിവിൽ എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് ഇയർ വന്നിട്ടുള്ളത് 62,300 സംതിങ്ങും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 49,919 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 54,500 സംതിങ്ങും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 66,802 വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60,379, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 65,770 വന്നത്. ലാസ്റ്റ് ഇയർ ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 50,250 പെർ ഇയർ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ആണ്. ICT എനേബിൾ ലേണിംഗ്, ബാക്കിയൊക്കെ കോമൺ. IIT ബോംബെ റിമോട്ട് സെൻറ്റർ ആണ്. വിമൻ ഇന്റേണൽ അംബുലൻസ് കമ്മിറ്റി, ഗസ്റ്റ് ഹൗസ്, ലാംഗ്വേജ് ലബോറട്ടറി, നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നെക്സ്റ്റ് ലാബിൻ്റെ ഫോട്ടോസ് നോക്കാം. പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് ഇൻഫോസിസും അശോക് ലൈലാൻഡും TCS ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ലൈഫ് അറ്റ് LMCT, ലോസ് ഇന്നോവേഷൻ ഫെസിലിറ്റി ഫോർ എക്സലൻസ്. ഡെഡിക്കേറ്റഡ് റിസർച്ച് ഡിവിഷൻ, കോർഡിനേറ്റ് ഇന്നോവേറ്റീവ് സ്റ്റുഡൻസ് പ്രൊജക്ട് ആൻഡ് സ്പോൺസേർഡ് ഫാക്കൽറ്റി റിസർച്ച് ഗൈഡഡ് ബൈ എ റിസർച്ച് അഡ്വൈസറി കൗൺസിൽ. ഇന്നോവേഷൻ ലാബ്, part of the life facility. Lab provide advanced technology support for hands-on training and the implementation of innovation technology ideas. IEDC cell ഉണ്ട്, funded by the Kerala Startup Mission with 10 lakhs fund ചെയ്തിട്ടുണ്ടായിരുന്നു. Promote entrepreneurship, product development, support student startup initiatives. റിസർച്ച് ആൻഡ് IPR സെൽ 2019 ഉണ്ടാക്കിയതാണ്. IPR കൊടുക്കാനും പാറ്റൻറ്റ് ഫയൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റിസർച്ച് ഫോക്കസ് ആൻഡ് ഫണ്ടിങ്, KT അപ്രൂവ്ഡ് റിസർച്ച് സെൻറ്റർ ആണ്. പബ്ലിഷ് ഇൻ വേരിയസ് ജേണൽ ഡിപ്പാർട്ട്മെൻറ്റ് സച്ച് ആസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആണ്. പാർട്ണർഷിപ്പ് ആൻഡ് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഓൺ ഡ്രോൺ ടെക്നോളജി ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ഗരുഡ എയറോസ്പേസ് ആൻഡ് ഹോൾഡ് എ 5-star റേറ്റിംഗ് ഫോർ ഇറ്റ്സ് IIT ബോംബെ റിമോട്ട് സെൻറ്റർ. കോൺഫറൻസ് ആൻഡ് വർക്ക്ഷോപ്പ്, ദ കോളേജ് ഹോസ്റ്റ് നാഷണൽ കോൺഫറൻസ്, എക്സാമ്പിൾ NCTI MEMIC 2027 and a regular faculty development program on innovation, IoT, AI powered smart product design. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഇക്വിനോക്സ് ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഉള്ള ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, NCC, NSS, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്, TBI, ന്യൂ ലേൺ, GDG, ആർട്സ് ക്ലബ്, ന്യൂറോ ക്ലബ്. റിവ്യൂ നോക്കാം. ഗീവ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു എവറി സ്റ്റുഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. ഡിസാറ്റിസ്ഫൈഡ് ബിക്കോസ് ഓഫ് വേസ്റ്റ് കോളേജ് മാനേജ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സപ്പോർട്ട് സ്പോർട്സ് ആൻഡ് പ്രോഗ്രാം എന്നും റിവ്യൂ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കാം. അടുത്ത് ജോൺ കോക്സ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണമൂല. ജോൺ കോക്സ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണമൂല സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ബ്രാഞ്ചസുകളും ഇൻടേക്സും നോക്കാം. ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 270 സീറ്റുകളാണുള്ളത്. അഡ്മിഷൻസ് നോക്കാം. കീം, മാനേജ്മെൻറ്റ്, NRI കോട്ട വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. കട്ട് ഓഫ് കീം 2025 കട്ട് ഓഫ് നോക്കാം. ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക്
എഞ്ചിനീയറിങ്ങിന് 67,296 വന്നത്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 67,100 സംതിങ് തന്നെയാണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 54,719. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60,600 സംതിങ്ങും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 61,273. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 62,431. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 58,458 കട്ട് ഓഫ് വന്നത്. ഫീസ് ഒരു 35,000 മുതൽ 50,000 വരെയാണ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. ബാക്കി വർക്ക്ഷോപ്പും കോൺഫറൻസ് ഹാളും ഹോസ്റ്റലും ക്യാൻറ്റീനൊക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് TCSും സദർലാൻഡൊക്കെ ടെക് മഹീന്ദ്രൊക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ആക്ടിവിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നൊവേഷൻ കൗൺസിൽ 2024 മുതലുണ്ട്. ഓക്കെ, ഇന്നൊവേഷൻ അതായത് IEDC സെല്ലുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ടോട് കൂടി ദിസ് സ്മാൾ ഇൻക്യുബേറ്റർ പ്രൊവൈഡ് ഗ്രാൻഡ് ആൻഡ് ഡെവലപ്പ് സ്റ്റുഡൻറ് സ്കിൽ ഇൻ എമർജിങ് ടെക്നോളജീസ്. നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൽ R&D സെല്ലുണ്ട്. ലെഡ് ബൈ ദ പ്രിൻസിപ്പൽ. ദിസ് സെൽ പ്രൊമോട്ട് കണ്ടിന്യൂസ് ലേണിംഗ് ഇന്നോവേഷൻസ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് generation and the sharing R&D outcome across department. Immersion training. The campus hosts a high level program like the Young Innovator Program 8.0 in training in for district level winners in March 2026. Technical workshop. Regular hands-on training section include drone excel, capacity building in unmanned aircraft system and drone technology. October 2025. Augmented reality workshop in association with industry partner like Silicon Technology, February 2025. Mobile robotics workshop focused on industry 4.0 application where students build and program robotic system. കോളേജിൽ ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE, IEDC, NSS, IST, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ, എനർജി ക്ലബ്ബ്, പ്ലാന്റേഷൻസ് ക്ലബ്ബ്. റിവ്യൂസ് നോക്കാം. I am absolutely satisfied with the great faculty support, good placement and infrastructure. വേറെ റിവ്യൂസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ റിവ്യൂസ് നോക്കട്ടോ. അടുത്ത കോളേജാണ് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്ത കോളേജാണ് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, വെള്ളനാട്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2004 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. അവിടുത്തെ ബ്രാഞ്ചസുകളും ഇൻടേക്സും നോക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന് 30 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ടോട്ടൽ 210 സീറ്റുകളാണുള്ളത്. അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെൻറ്റ്, NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് ഇയർ കീം കട്ട് ഓഫ് നോക്കാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഉള്ളത്. സ്റ്റേറ്റ് മെറിറ്റ് സിവിൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 65,198. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 62,800 സംതിങ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് വന്നിട്ടുള്ളത് 56,400 സംതിങ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 64,000 സംതിങ്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 66,683. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 50,000. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസാണ്. നോർമൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഓഡിറ്റോറിയം, ട്രാൻസ്പോർട്ടേഷൻ, ലിറ്റിൽ ലൈബ്രറി ഒക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ട് ലാബ്, ഹൈഡ്രോളിക് മെഷീൻസ് ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബ്, ഇതിന് ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത് ഇൻഫോസിസും TCS ഒക്കെ തന്നെയാണ്. വിപ്രോ, നാവിഗൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് ഏവിയേഷൻ സേഫ്റ്റി പാറ്റൻറ്റ് ഗ്രാൻറ്റഡ്. എ സിസ്റ്റം ഡിസൈൻ ടു എലിമിനേറ്റ് മിഷാപ്പ് അറ്റ് ടേബിൾ ടോപ്പ് എയർപോർട്ട്, പെർട്ടിക്കുലർലി എയർ ക്രാഷ് ലാൻഡിംഗ് ആക്സിഡൻറ്റ്. അതിന് പാറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഏവിയേഷൻ സേഫ്റ്റിയിൽ. ടെലിക്യൂർ
telemedicine, a touch screen based system with pictorial notation designed for remote areas. It uses a satellite communication to transmit patient data, stethoscope, BP, temperature to expert doctors. Okay, telecure. അടുത്തത് plastic to fuel innovations, a project by electrical engineering student that convert waste plastic into diesel to produce electricity, which received an award from KSCST. Mobile radiation study, faculty members conduct PhD research on the health hazard of mobile phone radiations, especially microwave energy in GSM frequency range. Automated surveillance, a fully automated security product using standard IP cameras and TCP IP protocol to provide low-cost alternative to analog surveillance. R&D activities and infrastructure, collaborative centers include a specialized center for Collab CAD project focusing on the innovative design of daily life products. Intelligent system, a development of automatic room control with intelligent fan using LDR and LM35 sensors to manage power and fan speed based on occupancy and temperature. Okay, specialized lab, department are equipped with like a PIC microcontroller platform, LabVIEW, MATLAB, data accessions modules. FIRM, Forum of Innovation Royal Mechanical, a platform firm. Okay, a platform for sharing mechanical engineering development featuring a bi-monthly publication called Firm Voice. Okay. കോളേജിൽ എന്തുണ്ട്, ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് കോളേജിലുള്ള ക്ലബ്ബുകൾ നോക്കാം. IEEE, IEDC, NSS, IST, ഫോറം ഓഫ് ഇന്നൊവേഷൻ റോയൽ മെക്കാനിക്കൽ, CSI, സിസ്റ്റം സൊസൈറ്റി ഓഫ് ഇന്ത്യ, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ് ഒക്കെ ഉണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂ, എ ബെറ്റർ ചോയ്സ് ഫോർ ഡൂയിങ് BTech എന്നുണ്ട്. അബ്സല്യൂട്ട്ലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് കോളേജ് എന്നും ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജ് ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നറുവമൂട്. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ് ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. അവിടുത്തെ BTechൻ്റെ ബ്രാഞ്ചസുകളും ഇൻടേക്സും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 150 സീറ്റാണുള്ളത്. അവിടെ കീം, മാനേജ്മെൻറ്റ്, NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിന് 66,700 സംതിങ് ആണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റിക്ക് 58,600 സംതിങ്ങും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 67,000 സംതിങ്ങും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 66,972, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 56,941. കോളേജ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ, കോളേജ് ഫീ വരുന്നത് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് അപ്രോക്സിമേറ്റ് 80,000 പെർ ഇയർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ക്യാമ്പസിൻ്റെ ഏരിയ കൊടുത്തിട്ടില്ല. സെൻട്രൽ ലൈബ്രറി, ലാബ്, ഓഡിറ്റോറിയം, സ്മാർട്ട് ക്ലാസ് റൂം, ഹോസ്റ്റൽ, കഫ്റ്റീരിയ, ജിമ്മ്, ബിസിനസ് ഇൻക്യുബേറ്റർ ഒക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് UST ഗ്ലോബലൊക്കെ വന്നിട്ടുണ്ട്. പുറത്തുള്ള അൽ-അദറാഖ്, C&T എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള കമ്പനികൾ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ IEDC സെല്ലുണ്ട്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ട്രിനിറ്റി IEDC ഈസ് ഫണ്ടഡ് ബൈ ദ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇറ്റ് ഹൗസസ് 14 faculty run companies and functioning as the cluster head for 13 engineering college affiliated with KTU.
ഓക്കെ, ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻജിനീയറിംഗ് R&D ഓഫീസ് ഉണ്ട്. TCT ഈസ് ദ ഫസ്റ്റ് ക്യാമ്പസ് ടു ഫീച്ചേഴ്സ് ഫുൾ ഫ്ലെഡ്ജ്ഡ് R&D ഓഫീസ് സച്ച് ആസ് അഡ്രാക് എഞ്ചിനീയറിംഗ് വേർ സ്റ്റുഡൻറ്റ് ഗെയിൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ റിയൽ വേൾഡ് എഞ്ചിനീയറിംഗ്. അതായത് കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് R&D ഓഫീസ് ഉണ്ട്. അത് അഡ്രാക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടീമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ലാബ്. ദ ക്യാമ്പസ് ഇൻക്ലൂഡ് ആൻ ഓട്ടോമേഷൻ ഗാരേജ്, IoT ലാബ് ആൻഡ് ADML ലാബ് equipped with industrial grade CNC machine for manufacturing medical device hardware. ISRO space tutor, recognized as one of 28 organizations in India by ISRO to spread awareness of space technology. IKS Center award, one of the first Indian knowledge system center for Kalarippayat, funded by AICT. Okay, notable research innovation project, environmental sustainability, canal plastic waste management system, portable electric grass trimmer and flood landslide disaster prediction using IoT and machine learning. Health and accessibility, brainwave controlled deformable wheelchair and reversing mechanism for two-wheelers for physically disabled persons. Electronics and robotics, 3D printing module for CNC machine, IoT based smart safety monitoring for sewage workers and solar powered electric charging stations. Automotive, automobile pollution detection and alert system and the design of car bumpers using carbon fiber reinforced plastics. അവിടെ കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഋത്വ, ഓക്കെ, കോളേജ് ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇനി അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, സായി ഇൻ്റർനാഷണൽ ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, IKS കളരി നേരത്തെ പറഞ്ഞല്ലോ, ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബൊക്കെ ഉണ്ട്. അലുമിനി സ്പോട്ട്ലൈറ്റ്, നമ്മുടെ CEO ഫ്രാങ്ക്ലിൻ ജോസ്മോൻ പഠിച്ച കോളേജ് ആയിരുന്നു, ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഫൗണ്ടർ ആൻഡ് CEO ഫ്രാങ്ക്ലിൻ ചേസ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ സാർ പഠിച്ച കോളേജ് ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഫ്രാങ്ക്ലിൻ സാർ പഠിച്ചത്. ഓക്കെ, ഞാൻ പഠിച്ച കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, TKM എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. ഓക്കെ, അവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 2013-2017 ബാച്ചായിരുന്നു. ഓക്കെ, കോളേജിനെ പറ്റിയുള്ള റിവ്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂസ് ഒക്കെ നോക്കട്ടെ. ഇറ്റ്സ് എ ഗുഡ് കോളേജ് വിത്ത് ഗുഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് ഗുഡ് എൻവയോൺമെൻറ്റ്. അടുത്ത കോളേജ് നോക്കാം. വലിയ കൂനമ്പായി കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ചാവർക്കോട്. വലിയ കൂനമ്പായി കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ചാവർക്കോട്, VKCET. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്തത്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ആണ് കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. അവിടുത്തെ ബ്രാഞ്ചസുകൾ ഏതൊക്കെ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 360 സീറ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത അഡ്മിഷൻ മോഡ്, കീമ്, മാനേജ്മെന്റ്, NRI കോട്ട വഴി നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് സ്റ്റേറ്റ് മെറിറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുള്ളത് 65,034, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 58,277, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി വന്നിട്ടുള്ളത് 63,188, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വന്നിട്ടുള്ളത് 65,800 സംതിങ്ങും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ളത് 64,900 സംതിങ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുള്ളത് 65,000 സംതിങ്ങിലാണ്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 55,000 പെർ ഇയർ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ഇൻഡോർ സ്പോർട്സും ജിമ്മും ലൈബ്രറി ഒക്കെ ഉണ്ട്. ഔട്ട്ഡോർ സ്പോർട്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്റ്റലൊക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടില്ല. പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് വന്നിട്ടുള്ള സ്നൈഡർ ഇലക്ട്രിക്, അശോക് ലൈലാൻഡ്, TCS ഒക്കെ വന്നിട്ടുണ്ട്.
വോൾവൊക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. പ്രയാൻ 25, എ മേജർ അപ്കമിംഗ് ടെക്നിക്കൽ ഫെസ്റ്റ് ലോഞ്ചിങ് ഇൻ 2025, innovation, knowledge sharing and technical competitions for engineering students, paper presentation, regular academic exhibition where students present original research papers and technical project. Research and development cell ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, including computer science and biotechnology, operate an R&D cell that monitor project progress and coordinate academic fest and seminar. Industrial visit, student participate in study tour, visit organization like Technopark, understand current industry research trends. Innovation and ownership development cell ഉണ്ട്, IEDC ഉണ്ട്. Collaboration with Piravam Agro Park, IEDC collaborate with Piravam Agro Park, covering project licensing, government subsidies, loan scheme for 50 potential business ventures. Institution Innovation Council, established under the Ministry of Education initiative, promotes systematic creative thinking through idea contest and multidisciplinary project. Startup Boot Camp, the cell offer an incubation facilities and startup aid to help student transition from idea to ബിസിനസ് റിയാലിറ്റി. ഓക്കെ, കൂടാതെ IEDC സെൽ തന്നെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽ, ബ്രിഡ്ജ് ബിറ്റ്വീൻ അലുമിനി ആൻഡ് കറൻറ്റ് സ്റ്റുഡൻറ്റ് ഫോർ മെൻറ്റർഷിപ്പ് ആൻഡ് ഫീഡ്ബാക്ക് ഓൺ ന്യൂ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് വേണ്ടിയിട്ട് സെല്ലുണ്ട്. അതായത് മുന്നത്തെ അലുമിനീസ് വെച്ചിട്ട് അവരെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മെൻറ്റർ ചെയ്യുന്നു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്. കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. പ്രയാൻ, ഓക്കെ, ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലബ്ബുകൾ നോക്കാം. അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, ആർട്സ് ക്ലബ്ബും സ്പോർട്സ് ക്ലബ്ബും ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കുക. എ സ്റ്റെപ്പ് ടുവേർഡ്സ് മൈ കരിയർ വിത്ത് VKCET പറഞ്ഞിട്ട് റിവ്യൂസ് ഉണ്ട്, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജ് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വെഞ്ഞാറമൂട്, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 240 സീറ്റാണുള്ളത്. അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെൻറ്റ്, NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് നോക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 67,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 66,844 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിനും ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ല, മേ ബി പുതിയ ബ്രാഞ്ച് ആയിരിക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 59,604 വന്നത്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 40,000 മുതൽ 70,000 രൂപ വരെ വരും. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, CCF, ലാംഗ്വേജ് ലാബ് എല്ലാം ഉണ്ട്. ഓഡിറ്റോറിയം ഉണ്ട്, കഫ്തീരിയ, പ്ലേ ഗ്രൗണ്ട്, ക്രിക്കറ്റ് നെറ്റ്, ഫുട്ബോൾ കോർട്ടും വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട്. ലാബ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും ലാബുകളുണ്ട്. ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി, ആവറേജ് സാലറി വന്നിട്ടുള്ളത് 2 LPA ആണ്. എൻട്രി ULTS, UST ഗ്ലോബലൊക്കെ പ്ലേസ്മെൻറ്റിന് വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഉണ്ട്. ഓക്കെ, പ്രീ ഇൻക്യുബേഷൻ ഓഫ് ഐഡിയാസ്, മോഡേൺ കരിക്കുലം ഫോക്കസ്, include AI and robotics training along with the specialized engineering field like civil, mechanical, computer science, electronics and communication. AI and roboticsന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്. റിസർച്ച് ഫോക്കസ്, ഇന്നോവേഷൻ ഡ്രൈവൻ പ്രോജക്റ്റ്, എയിമിംഗ് ഫോർ എ ട്രാൻസ്ഫോർമേറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി ത്രൂ റിസർച്ച് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്.
സ്കിൽ ഡെവലപ്മെൻറ്റ്, കോളേജ് പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഇൻക്ലൂഡിംഗ് റെസിഡൻഷ്യൽ കോച്ചിങ് ഫോർ ലേണേഴ്സ്. ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റേറ്റ് ഇൻക്ലൂഡ് കമ്പ്യൂട്ടർ ലാബ്, റിസർച്ച് ലാബ്, ലൈബ്രറി, ഓഡിറ്റോറിയം ടു സപ്പോർട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇംബോസ് 2025. ഓക്കെ, അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, റെഡ് റിബൺ ക്ലബ്ബ്, ഭൂമിത്ര സേന ക്ലബ്, BMSC. കോളേജിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കാം. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അറ്റ് മുസ്ലിം അതിനെ പറ്റിയിട്ട് റിവ്യൂസ് ഉണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജാണ് MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവല്ലം. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2004 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. BTechൻ്റെ അവിടുത്തെ ബ്രാഞ്ചസ് ആൻഡ് ഇൻടേക്സ് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റാണുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റും. അങ്ങനെ ടോട്ടൽ 120 സീറ്റുകളാണുള്ളത്. 3 ബ്രാഞ്ചാണുള്ളത്. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് നോക്കാം. അതിന് മുമ്പ് അഡ്മിഷൻ മോഡ്, കീം, മാനേജ്മെൻറ്റ്, NRI കോട്ട നമുക്ക് കയറാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60,089 വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 65,390, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 63,264 വന്നത്. ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 50,000. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, R&D ലബോറട്ടറീസ്, കഫ്തീരിയ, സ്പോർട്സ് എല്ലാം ഉണ്ട്. ലബോറട്ടറീസിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടില്ല. ഹയസ്റ്റ് സാലറി പാക്കേജ് വന്നിട്ടുള്ളത് 6 LPA ആണ്. ആവറേജ് സാലറി 3 to 4 LPA ആണ്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ് വന്നിട്ടുണ്ട്, UST ഗ്ലോബൽ, ടാറ്റ എലക്സി, HCL ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. റിസർച്ച് സെൽ ആൻഡ് പ്രൊജക്ട് cell that coordinate 12 sponsored undergraduate project across various disciplines annually. Okay, 12 sponsored UG projectകൾ ഉണ്ട്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സമഗ്ര പ്രൊജക്ട് എക്സിബിഷൻ named Samagra is conducted where sponsored projects are displayed. ആ സമയത്ത് സ്പോൺസേർഡ് പ്രൊജക്ട് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. ഇൻഡസ്ട്രി പാർട്ണർഷിപ്പ്, the college has signed MOU with organizations such as HLL, Livescare Limited and Kerala Automobile Limited ഒക്കെ എന്തുണ്ട്? MOU സൈൻ ചെയ്തിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇറ്റ് ആക്ട് ആസ് എ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഓഫ് ക്യാമ്പസ് ഫോർ കണ്ടക്ടിങ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്റ്റീവ് ട്രെയിനിങ് പ്രോഗ്രാം. ഇന്നൊവേഷൻ ആൻഡ് ടെക്നിക്കൽ വർക്ക്ഷോപ്പ്, student development program focus on emerging technologies such as recent seminar on artificial intelligence in association with the ICF AI Business School. Okay, technical fest and cultural event, annual technical fest, tech fest and cultural events are organized to encourage creativity and student participation. Infrastructure for research, the college provide modern laboratories, library with 10,730 books to support research and project work. കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കോളേജിൻ്റെ സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്, IEEE, IEDC, NSS ഉണ്ട്. കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. വാട്ട് സ്റ്റുഡൻസ് സേ. ഓക്കെ, കോൺസും ലൈക്സും ഡിസ്ലൈക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കോളേജാണ് PA അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാരക്കുളം. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2003 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോസ് നോക്കാം. ഇതാണ് കോളേജിൻ്റെ ഫോട്ടോസ്. അവിടുത്തെ BTechൻ്റെ ബ്രാഞ്ചസ്
ആൻഡ് ഇൻടേക്സ്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിങ്ങിന് അവിടെ 60 സീറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ്, സിവിൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 330 സീറ്റുകളാണുള്ളത്. അഡ്മിഷൻ മോഡ് നോക്കാം. ലാസ്റ്റ് ഇയർ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെൻറ്റ്, NRI നമുക്ക് കയറാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിങ്ങിന് വന്നിട്ടുള്ളത് 61,900 സംതിങ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് വന്നിട്ടുള്ളത് 64,991 ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനൊന്നും ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ല. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 66,700 സംതിങ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 65,083 ആണ്. ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 40,000 പെർ ഇയർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ക്യാമ്പസ് ഏരിയ 37 ഏക്കർ ക്യാമ്പസ് ആണ്. കോളേജ് ലൈബ്രറി, കോളേജ് ഹോസ്റ്റല്, സെമിനാർ ഹാൾ, പേഴ്സണൽ ഗ്രോത്ത് സെൻറ്റർ, ലേഡീസ് അമ്യൂണിറ്റി സെൻറ്റർ, സ്റ്റുഡൻറ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ കണ്ട്. ലാബിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ ലാബാണ്, ലെയ്ത്ത്. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ജിയോ, SFO ടെക്നോളജീസ്, ഓക്കെ, എൻസോണൊക്കെ ഉണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ ആൻഡ് ട്രെയിനിങ്, സ്ട്രോങ് ഫോക്കസ് ഓൺ ഇൻഡസ്ട്രിയൽ അറ്റാച്ച്മെൻറ്റ് പ്രോഗ്രാം, കൊളാബറേറ്റിംഗ് വിത്ത് ഫേം ലൈക്ക് KL, ബ്രഹ്മോസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹുണ്ടായി മോട്ടോഴ്സ്, ടൊയോറ്റോ, കിർലോസ് മോട്ടോഴ്സ്, ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ്, കെൽട്രോൺ, BSNL ആൻഡ് AIR ഇവരായിട്ടൊക്കെ കൊളാബറേഷൻ ഉണ്ട്. ഇന്നോവേഷൻ സ്പെഷ്യലൈസ്ഡ് ലബോറട്ടറീസ്, advanced well-equipped labs including an advanced biomedical laboratories with a patient's monitoring system and image processing workstations, process control lab and a live automobile workshop. Research focus including industrial research project, patent and fellowship support for students and staff, and the creation of collaborative lab and testing centers. Academic program. The institution offer BTech program in emerging fields such as artificial intelligence and data science, agricultural engineering, biomedical engineering, automobile engineering. Like academic. Okay. Student activities and support, institution hands-on training, practical skill development, and provide counseling, tutoring, and career training services. In-house production. Campus support live production unit providing practical experience in manufacturing and engineering processes. കോളേജിൽ ഫെസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ് അവിടെ IEEE ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, ASME, CSI സ്പോർട്സ് ക്ലബ് ഒക്കെ ഉണ്ട്. റിവ്യൂ, കോളേജിനെ പറ്റിയുള്ള റിവ്യൂസ്, ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഓഫ് ദ കോളേജ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമ്പസിൻ്റെ റിവ്യൂസൊക്കെ നോക്കട്ടോ. അടുത്ത കോളേജാണ് മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ചിറിയൻകീഴ്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NAC അക്രഡിറ്റേഷൻ ഉള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്, അവിടുത്തെ BTechൻ്റെ ബ്രാഞ്ചസ് ആൻഡ് ഇൻടേക്സ്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിന് 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്, ഫുഡ് ടെക്നോളജിക്ക് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 240 സീറ്റ് ഉണ്ട്. ഇവിടെ ഫുഡ് ടെക്നോളജിയും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും ഉണ്ട്. കീമ് വഴിയും മാനേജ്മെൻറ്റ് വഴിയും NRI കോട്ട വഴിയും നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. ലാസ്റ്റ് ഇയർ കീമിൻ്റെ കട്ട് ഓഫ്, കീം 2025 കട്ട് ഓഫ് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 64,923 ആണ്. സിവിൽ എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ലായിരുന്നു. മീൻസ് കീം വഴി അഡ്മിഷൻസ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചോ ആവാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 67,017 ആണ് വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ലായിരുന്നു.
ഫുഡ് ടെക്നോളജിക്ക് വന്നത് 67,306 വന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 75,000 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 12.5 acres ആണ്. ലൈബ്രറി, ഹോസ്റ്റൽ, ട്രാൻസ്പോർട്ട്, ഓക്കെ, ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, ഫസ്റ്റ് എയ്ഡ്, സിക്ക് റൂം, സെമിനാർ, ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ സെൻ്റർ ഒക്കെ ഉണ്ട്. ലാബിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടില്ല, പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇൻഫോസിസും EYയും അബാസോഫ്റ്റും 60 ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക്, ഇസാഫ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, സ്റ്റാർട്ടപ്പ് വില്ലേജ്. ദ കോളേജ് ഹോസ്റ്റ് എ സ്റ്റാർട്ടപ്പ് വില്ലേജ് ടു എൻകറേജ് സ്റ്റുഡൻറ്റ് ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഇന്നോവേഷൻസ്. Awards and recognition. Students have achieved prestigious including Best Paper Award at International Level Conference and Research in Biomedical Engineering. Okay, Best Paper Award ഒക്കെ കിട്ടിയിട്ടുണ്ട്. Industry collaboration. The institution focus on practical learning through industrial visit and interaction with the expert. Faculty expertise. Faculty members are involved in research areas such as heat transfer enhancement, nanofluids, and renewable energy with publications in SCIE and Scopus indexed journals. Innovation initiatives. The institution promotes research in emerging areas including AI, IoT, and embedded system. Consultancy work. The Civil Engineering Department, for instance, offering consultancy service to government and non-government agencies involving students in practical real-world project. കോളേജിൽ ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. ആവിഷ്കാർ കോളേജിൽ നടന്ന ഫെസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. അവിടുത്തെ ക്ലബ്ബുകൾ IEEE ഉണ്ട്, NSS ഉണ്ട്, CSI, AI, AFSTI. കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ നിങ്ങൾ നോക്കുക. വാല്യൂ ഫോർ മണി കുഡ് സിംപ്ലി ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ആൻഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് pretty basic. I have a balanced CSE experience with a scope for improvement എന്നുള്ള രീതിയിൽ റിവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ വരുന്ന 23ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളെ പരിചയപ്പെട്ടു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരവും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടണിയിലും മാറിപ്പോവാതെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ള കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും KTUവിൻ്റെ അണ്ടറിലുള്ളതും നോർമലായിട്ട് വരുന്ന എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. ഏകദേശം 136ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മൾ പരിചയപ്പെട്ടു. ആ കോളേജിനെ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും അതിൻ്റെ അക്രഡിറ്റേഷൻ എന്താണെന്നും കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, അവിടുത്തെ ബ്രാഞ്ചസുകൾ, അവിടെയുള്ള ക്ലബ്ബുകൾ, കോളേജിൻ്റെ റിവ്യൂ മാത്രം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും പറ്റി നമ്മളൊരു ഓവർവ്യൂ തന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്കിപ്പോൾ കീമിൻ്റെ റാങ്ക് വന്നിട്ടുണ്ടാവും. ആ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ കോളേജ് ഇപ്പോൾ നിങ്ങൾക്കൊരു റാങ്ക് ഉണ്ടെങ്കിൽ ആ റാങ്കിനെക്കാളും മുന്നേ ഉള്ളതോ നിങ്ങളെ കാറ്റഗറി റാങ്ക് ലാസ്റ്റ് കട്ട് ഓഫ് എത്രയും നോക്കിയിട്ട് അതിന് മുന്നേ വരുന്ന കോളേജുകൾ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റിൽ കൊടുക്കണം. നോക്കുന്ന സമയത്ത് ആ കോളേജ് എങ്ങനെയുണ്ട് എന്ന് അറിയാനും വേണ്ടിയിട്ട്, നമ്മളൊരു കോളേജിനെ ചൂസ് ചെയ്യുകയാണല്ലോ, കോളേജ് എങ്ങനെയുണ്ട് എന്ന് അറിയാനും വേണ്ടിയിട്ട് ഈ ഗൈഡ് ഉപയോഗിക്കാം. ഓക്കെ, ഇതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നോക്കുക. കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കുറേ കാര്യങ്ങളുണ്ട്. റിവ്യൂ നോക്കാൻ ഗൂഗിൾ റിവ്യൂയോ അല്ലെങ്കിൽ ജസ്റ്റ് നെറ്റിലടിച്ചാൽ തന്നെ കുറേ റിവ്യൂസുകൾ കിട്ടും. പിന്നെ ഇതിൽ തന്നെ എന്താണ്, കോളേജുകൾ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ മൊത്തത്തിലുള്ള ഒരു കോളേജിൻ്റെ ഒരു ഓവർവ്യൂ ആണ് തന്നത്. ഓക്കെ, ഇതിനെക്കാട്ടി നല്ല പ്രൊജക്റ്റുകൾ അവിടെ നടന്നിട്ടുണ്ടാവാം, കുറേ കമ്പനികൾ വന്നിട്ടുണ്ടാവാം. ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും, കോളേജുകളുടെ സാധനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് ഒരു സെഷൻസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും പറ്റിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് തന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി നല്ല കോളേജ്, നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന കോളേജുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ടാവും. ചിലർക്ക് ബ്രാഞ്ച് ആയിരിക്കും സ്പെസിഫിക്, ഇന്ന ബ്രാഞ്ച് തന്നെ കിട്ടണം എന്നുണ്ടാവും. ചിലർക്ക് നല്ല കോളേജ് കിട്ടണം എന്നായിരിക്കും, ചിലർക്ക് വീടിൻ്റെ അടുത്തുള്ള കോളേജ് കിട്ടണം എന്നായിരിക്കും. അങ്ങനെ പല കാര്യം, ചിലർക്ക് പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ് കിട്ടണം എന്നായിരിക്കും, ചിലർക്ക്
എന്താണ് സ്റ്റാർട്ടപ്പുകളോ ഇതൊക്കെ തുടങ്ങണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും, ചിലർക്ക് റിസർച്ചിലോട്ടായിരിക്കും. അപ്പോൾ കോളേജിന്റെ മൊത്തത്തിൽ ചിലർക്ക് കോളേജ് എൻജോയ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും, 4 കൊല്ലം ഒന്ന് അടിച്ചു പൊളിക്കാന്നുള്ള രീതിയിൽ വരുന്നവരുണ്ടാവും. അപ്പൊ എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഫീസ് നോക്കുന്നവരുണ്ടാവും, മീൻസ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കോളേജ് ചൂസ് ചെയ്യാൻ. കാരണം 4 കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കോളേജാണ്. കോളേജിൽ നിങ്ങൾ ചൂസ് ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങളെ 4 കൊല്ലം നിങ്ങൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ആ 4 കൊല്ലം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന എഫേർട്ടിനെയാണ് അവിടെ മാറ്റർ ചെയ്യുന്നുള്ളൂ. കാരണം 300 ആൾക്കാർക്ക് ഒരേപോലെ എല്ലാ സാധനങ്ങളും അക്കാദമിക്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഇതിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ആക്റ്റീവായി ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക കോളേജുകളിലും ഉണ്ടാവും. ഇല്ലാത്ത കോളേജുകൾ നമ്മളാണ് അത് ഉണ്ടാക്കേണ്ടി വരിക, മീൻസ് അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ക്ലബ്ബ് അവിടെ ഇല്ലെങ്കിൽ, ഇപ്പൊ ഒരു കോളേജിൽ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ഇല്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. അപ്പോൾ അതിലൂടെ എന്താവും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ മാത്രമായിരിക്കില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഒരു ക്ലബ്ബ് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അങ്ങനത്തെ കമ്മ്യൂണിറ്റി വരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. കോളേജിൽ ഇങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യത്തിലും നമ്മൾ സ്കില്ലഡ് ആവുക. സ്കില്ലഡ് ആവുക എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഇതാവുമ്പോൾ നെറ്റ്വർക്കിംഗ് സ്കില്ല് കിട്ടും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കിട്ടും, മാനേജ്മെന്റ് സ്കില്ല് കിട്ടും. ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ 4 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു കുറച്ച് അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അവിടെ 4 കൊല്ലം നമ്മൾ എന്ത് കളയരുത്, വെറുതെ ഇരുന്ന്. കാരണം ആരും നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പല കോളേജുകളിലും നമ്മളെ സ്വന്തം ഇഷ്ടത്തിനായിരിക്കും. നമ്മുടെ ആ പ്രായമായി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വളർത്താന്നുള്ളതാണ്, നമ്മളെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ കോളേജ് ഗൈഡ് ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ.